നിന്ന് ഉയർത്തും. പ്രഭുക്കന്മാരോടുകൂടെ അവനിരുത്തും. കർത്താവിന്റെ മഹത്വത്തിനായി. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം മൗനമായൊരു പ്രാർത്ഥനയാണ്. 2-ാമത്തെ അധ്യായം ശബ്ദമുയർത്തിയൊരു പ്രാർത്ഥനയാണ്. രണ്ടും പ്രാർത്ഥിക്കുന്നത് ഒരാളാണ്, സഹോദരിയാണ്, പേര് ഹന്ന. വിശുദ്ധ ബൈബിൾ 2 ഹന്നമാരെ പഠിപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ഒരു ഹന്നയുണ്ട്, പുതിയ നിയമത്തിൽ ഒരു ഹന്നയുണ്ട്. പഴയ നിയമത്തിലെ ഹന്ന അവൾ പ്രായം കുറഞ്ഞവളാണ്. പുതിയ നിയമത്തിലെ ഹന്ന അവൾ പ്രായമുള്ളവളാണ്. പഴയ നിയമത്തിലെ ഹന്ന ആണ്ടിലൊരിക്കൽ ആലയത്തിൽ പോകുന്നവളാണ്. പുതിയ നിയമത്തിലെ ഹന്ന അവൾ ആലയത്തിൽ തന്നെയാണ്. പഴയ നിയമത്തിലെ ഹന്ന കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നവളാണ്. പുതിയ നിയമത്തിലെ ഹന്ന കരയുന്നവരെ ബലപ്പെടുത്തുന്ന പ്രവാചകിയാണ്. ഇവിടെ ഈ 2 അധ്യായങ്ങളും പ്രാർത്ഥനയാണ്. 1-ാമത്തെ അധ്യായം മൗനമായിട്ടുള്ള പ്രാർത്ഥന, 2-ാമത്തെ അധ്യായം ശബ്ദമുയർത്തിയുള്ള പ്രാർത്ഥന. മൗനമായി പ്രാർത്ഥിക്കുന്ന ഒരു കാലമുണ്ടെങ്കിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാനും ദൈവം ഒരു അവസരം നൽകും. ഞാൻ ഇന്ന് വായിച്ചിരിക്കുന്നത് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ നിന്നൊരു വാക്കാണ്. എല്ലാവരും കേൾക്കത്തക്കവണ്ണം അവൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന. മൗനമായിട്ടുള്ള പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി കൊടുത്തു. ശബ്ദമുയർത്തിയുള്ള പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി കൊടുത്തു. അങ്ങനെ 2 പ്രാർത്ഥനകളും മറുപടി ലഭ്യമായ പ്രാർത്ഥനകളാണ്. എഫ്രൈം മലനാട്ടിൽ രാദാമി സോഫീമിൽ എൽക്കാന എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. അത് ഇന്നല്ലത് അന്നാണ്. ഇന്നാരും അത് ഫോളോ ചെയ്യരുത്. അത് അന്നത്തെ ചരിത്രമാണ്. പക്ഷേ 2 ഭാര്യമാർ അവർ അഡ്ജസ്റ്റ് ചെയ്തൊരു വീട്ടിൽ ജീവിച്ചെന്ന് പറയുന്നത് തന്നെ ഭയങ്കരമാണ്, അല്ലേ? പണ്ടൊരു കല്യാണ വീട്ടിൽ ഒരു ദൈവദാസൻ പ്രസംഗിച്ചതാണ്. എൽക്കാനയ്ക്ക് ഹന്നയില്ലെങ്കിൽ ഒരാൾ ഇച്ചിരി ഇടങ്കേടാണെങ്കിൽ ചായ എടുത്തു കൊടുക്കാൻ മറ്റൊരാളുണ്ടെന്നാണ് തമാശ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അത് ഇന്നത്തെ കാര്യമല്ല, അന്നത്തെ കാര്യമാണ്. എന്നാലും അത് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു, പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു. ചില നാളുകളൊക്കെ ശേഷം കഴിഞ്ഞപ്പോൾ പെനീന പതുക്കെ ഹന്നയെ തോണ്ടി തുടങ്ങി. അതിന് ഞാനൊരു ഡെഫിനേഷൻ കൊടുക്കുന്നത് കരയുന്ന ഹന്നയും കരയിപ്പിക്കുന്ന പെനീനയും എന്നുള്ളതാണ്. കരയുന്ന ഹന്നയും കരയിപ്പിക്കുന്ന പെനീനയും. എല്ലായിടത്തും ഉണ്ട് കരയുന്നവർ, എല്ലായിടത്തും ഉണ്ട് കരയിപ്പിക്കുന്നവർ. ചിലർക്ക് കരയിപ്പിക്കുന്നത് ഒരു രസമാണ്. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, ഹന്നയുടെ ഗർഭം ദൈവം അടച്ചെന്നാണ്. ദൈവമാണ് ഗർഭം അടച്ചതെങ്കിൽ ഉത്തരവാദി ദൈവമാണ്. ചോദ്യം ചോദിക്കേണ്ടത് ദൈവത്തോടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തെ കർത്താവിനാണ്. ഒരു സ്ത്രീയുടെ ഗർഭത്തെ അടച്ചത്, ഹന്നയുടെ ഗർഭത്തെ അടച്ചത് എന്തിനാണ്? ഈ ചോദ്യം ചോദിക്കുമ്പോൾ ദൈവം എനിക്ക് നൽകിയ മറുപടി ഇതാണ്: മോനെ, പുരോഹിതൻ തെറ്റിച്ച് ദൂത് പറയുന്ന ഒരു കാലം വരും. അന്ന് വിശ്വസ്ത പ്രവാചകനായ ഒരുവനെ ഞാൻ അവളുടെ ഉദരത്തിൽ കണ്ടിട്ടുണ്ട്. 2-ാമത് കർത്താവ് എനിക്ക് നൽകിയത്, പുരോഹിതൻ ബെഞ്ചിലിരിക്കുന്ന ഒരു കാലം വരും. അന്ന് ദാൻ മുതൽ ബർഷേബ വരെയും പറന്നു നടന്ന് ശുശ്രൂഷിപ്പാൻ അവളുടെ ഉദരത്തിൽ ഞാനും നിന്നെ കണ്ടിട്ടുണ്ട്. 3 കർത്താവ് എനിക്ക് നൽകിയ മറുപടി, ആലയത്തിൽ വിളക്ക് കിടുന്ന ഒരു കാലം വരും. അന്ന് അവളുടെ ഉദരത്തിൽ ഞാനൊന്നിനെ ഉദിപ്പിക്കും. എന്തെങ്കിലും ഒരു കാര്യം തെറ്റിച്ച് ചെയ്യുന്ന ഒരു ദൈവത്തെയല്ല ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. എല്ലാം അതിന്റെ റൈറ്റ് ടൈമിൽ ചെയ്യുന്ന ഒരു ദൈവത്തെയാണ്. എപ്പോഴാണ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരേണ്ടെന്ന് നന്നായി അറിയാവുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവൻ അത്ഭുതവാനായ ദൈവമാണ്. ഈ സഹോദരി ഒരു കാര്യം ചെയ്തു, ദൈവത്തോട് പറയുവാൻ തന്നെ തീരുമാനിച്ചു. ഇവൾ ദൈവസന്നിധിയിൽ വന്ന്
മൗനമായ ഒരു പ്രാർത്ഥന കഴിച്ചു. ആ പ്രാർത്ഥന ശരിക്കും ആത്മാവിന്റെ നിറവൊരു പ്രാർത്ഥനയായിരുന്നെന്നാണ് ഞാൻ പറയാറുള്ളത്. എന്ന് വെച്ചാൽ പുരോഹിതന് വീഞ്ഞിറങ്ങിയതുപോലെ ഫീൽ ചെയ്തു. അവൾ അവിടെ നിന്ന് ആ, ആടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു വീഞ്ഞിറങ്ങിയ ഒരു മനുഷ്യൻ എങ്ങനെയാണോ, ആള് മൗനമാണെങ്കിലും എങ്ങനെയൊക്കെ ആടുമോ അതുപോലെ നിന്ന് അവൾ പ്രാർത്ഥിക്കാൻ. ശരിക്കും ആത്മാവിന്റെ നിറവിലുള്ള ഒരു പ്രാർത്ഥനയായി. വീഞ്ഞിറങ്ങിയതുപോലെയാണ് തോന്നിയത്. അവൾ പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ മനോവിഷമുള്ള സ്ത്രീയാണ്, എനിക്ക് മക്കളില്ല, ഞാൻ എൻ്റെ വിഷമങ്ങളെ ദൈവസന്നിധി പകരുകയാണ്. അന്ന് പുരോഹിതൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം നിന്നെ കടാക്ഷിക്കും, ദൈവം നിന്നെ സന്ദർശിക്കും, ദൈവം നിനക്ക് തലമുറയെത്തും. ഇത് കേട്ട് ഈ സഹോദരി സന്തോഷത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക്, ഭവനത്തിലേക്ക് മടങ്ങുകയാണ്. ദൈവസന്നിധി വിട്ട് ദൈവം നിന്നെ കടാക്ഷിക്കും, ദൈവം നിന്നെ സന്ദർശിക്കും. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, പിന്നെ അവളുടെ മുഖം വാടിയിട്ടില്ല. പെനീന തോണ്ടിയിട്ടില്ലെന്നല്ല, പെനീന തോണ്ടും, അവൾ തോണ്ടാൻ വേണ്ടി മാത്രം ജനിച്ചതാണ്. പക്ഷേ ഹന്നയുടെ മുഖം വാടി. മുഖം വാടാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. മുള്ളിൽ ചവിട്ടിയാലും മുഖം വാടാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവം. അവന്റെ മഹത്വം വ്യാപരിച്ചു കൊണ്ടേയിരിക്കും. ഈ സഹോദരി ഭവനത്തിലേക്ക് പോയി. പോകുന്നതിന് മുമ്പ് അവൾ ഒരു തീരുമാനം, ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. ഈ ഉടമ്പടികൾക്ക് ഭയങ്കര സാധ്യതയാണ് ദൈവസന്നിധി. നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, ചില ഉടമ്പടികൾ, അതിനെല്ലാം ഭയങ്കര പവറാണ്. ആ സഹോദരി അന്ന് ദൈവസന്നിധിയിൽ എടുത്തൊരു തീരുമാനമാണ്, ദൈവമേ, നീ എനിക്കൊരു തലമുറയെ നൽകിയ, ഞാനതിന് നിനക്ക് നൽകിത്തരും. ഈ തീരുമാനമെടുത്ത് ഈ സഹോദരി ഭവനത്തിലേക്ക് മടങ്ങി. അവളുടെ മുഖം പിന്നെ വാടിയിട്ടില്ല. പെനീനെ തോണ്ടാൻ മാക്സിമം ചെയ്തു, പക്ഷെ ഇവളുടെ മുഖം വാടിയിട്ടില്ല. കർത്താവിന്റെ ദാസൻ അറിയിച്ചതുപോലെ തന്നെ അവൾ പ്രഗ്നന്റ് ആയി. കുഞ്ഞു വളർന്നു വരുന്ന സമയം അതിന്റെ പാലുകുടി മാറിയപ്പോൾ ഈ കുഞ്ഞിനെയുമായിട്ട് ഹന്ന ആലയത്തിലേക്ക് വന്നു. ആലയത്തിലേക്ക് കൊച്ചിനെയുമായി വരുന്ന ഹന്നയെ വഴിയിലൊന്ന് തടഞ്ഞു നിർത്തി അവളോടൊരു ചോദ്യം ചോദിക്കേണ്ടതായിട്ടുണ്ട്. നീ കൊച്ചിനെയുമായിട്ട് എവിടെ പോകുകയാണ്? അവൾ പറയും, ആലയത്തിൽ പോകുകയാണ്. എന്തിനാണ് പോകുന്നത്? കൊച്ചിനെ അവിടെ സമർപ്പിക്കാൻ പോകുക. ആലയത്തെക്കുറിച്ച് ഒരു ചെറിയ അറിവുള്ള നമുക്ക് ഹന്നയോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ഹന്ന, നീ പോകുന്നത് ശീലോവിലാണെങ്കിൽ നിന്നോട് അല്പം സ്നേഹമുള്ളത് ഏലി പുരോഹിതനാണ്. അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചയിൽ നിന്റെ കൊച്ചിനെ ആര് നോക്കും? 2, ഹൊഫ്നി ഫീനഹാസിനെ പോലെയുള്ള വികൃതി കുഞ്ഞുങ്ങൾ അവിടെയും നിന്റെ കൊച്ചിനെ ഉപദ്രവിക്കാൻ സാധ്യതയും. അതിന് ഹന്ന നൽകുന്ന മറുപടി ഇതാണ്, കണ്ണ് കാണാൻ പാടില്ലാത്ത ഏലിയുടെ മുമ്പിലല്ല ഞാൻ എൻ്റെ കൊച്ചിനെ കൊണ്ടുപോകുന്നത്. വികൃതി കുഞ്ഞുങ്ങളായിരിക്കുന്ന ഹൊഫ്നിയുടെ ഫീനഹാസിന്റെ മുമ്പിലല്ല ഞാൻ എൻ്റെ കൊച്ചിനെ കൊണ്ടുപോകുന്നത്. ഞാൻ എൻ്റെ കൊച്ചിനെ കൊണ്ടുപോകുന്നത് എൻ്റെ ഉദരത്തിന്റെ ശൂന്യത കണ്ട് എനിക്ക് നിറച്ചു നൽകിയ ദൈവത്തിന്റെ മുമ്പാകെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ സ്കൂൾ തുറക്കുന്ന സമയം കുഞ്ഞുങ്ങളെയുമായിട്ട് സ്കൂളിൽ ചേർക്കാൻ വേണ്ടി അമ്മച്ചിമാർ പോകാറുണ്ട്. ഉദരം മുതൽ ആരംഭിച്ച ബന്ധമാണ്. കുഞ്ഞ് പറഞ്ഞതിന് ശേഷം അമ്മ അടുക്കളയിലാണെങ്കിൽ ചെറുക്കൻ അടുക്കളയിൽ, അമ്മ സിറ്റൗട്ടിലാണെങ്കിൽ ചെറുക്കൻ സിറ്റൗട്ട്, അങ്ങനെയൊക്കെ ഇങ്ങനെ മുട്ടി മുട്ടി നടക്കുന്നത് കാണാം. സ്കൂൾ തുറക്കാൻ കൊച്ചിനൊരു 5 വയസ്സൊക്കെ ആകുമ്പോൾ സ്കൂളിൽ തുറക്കേണ്ട സമയം, സ്കൂളിലാക്കേണ്ടൊക്കെ സമയം എത്തും. ആ സമയം പുതിയ ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തു, ഷൂ വാങ്ങിച്ചു കൊടുത്തു, ബാഗൊക്കെ ഇട്ടു. ഇതെല്ലാം കണ്ടപ്പോൾ ചെറുക്കന് ഭയങ്കര സന്തോഷമായി. സ്കൂൾ എന്ന് പറയുന്ന ഒരുപാട് സന്തോഷമുള്ള കാര്യമാണെന്ന് അവന് മനസ്സിലാക്കി അമ്മയുടെ കൈ പിടിച്ച് സ്കൂളിലേക്ക്.
സ്കൂളിൻ്റെ വരാന്തയിൽ ചെന്ന് കഴിയുമ്പോൾ ആയെയോ ടീച്ചറോ ആരെങ്കിലും ഈ കൊച്ചിനെ തട്ടി അകത്തേക്ക് കൊണ്ടുപോകും. ആ സമയത്ത് അവൻ തിരിഞ്ഞൊരു നോട്ടമുണ്ട്. തിരിഞ്ഞ് നോക്കുകയും അലറിയൊരു കരച്ചിലാണ്. ഉദരം മുതൽ ആരംഭിച്ച ബന്ധമാണ്. അതുവരെയും അമ്മയുടെ അടുത്തുനിന്ന് പിരിയാതെ നിന്നിട്ട് പെട്ടെന്ന് പിരിഞ്ഞപ്പോൾ അവന് സഹിക്കാൻ പറ്റി. അവൻ അലറിക്കരയും. അവൻ കയറി ചെല്ലുന്നത് അതുപോലെ അലറി കരയുന്ന ഒരു ഗ്രൂപ്പിനകത്തോട്ട് അവൻ കയറി ചെല്ലുന്നു. ഭയങ്കര കരച്ചിൽ അല്ലേ? ആ സമയത്ത് ഈ അമ്മച്ചിമാര് സ്കൂളിന്റെ മുറ്റത്ത് നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? അവർ ലോത്തിന്റെ ഭാര്യ നിൽക്കും പോലെ അവർ നിൽക്കുന്നു. ഇങ്ങനെ തിരിഞ്ഞൊരു അതിന്റെ അർത്ഥം ഇതാണ്, ഇവിടെ നിൽക്കണോ അതോ പോകണോ എന്നുള്ളതാണ്. ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഇവരുടെ അകത്ത് ആകെ ചിന്ത, ഇവർ സ്കൂൾ തുറക്കട്ടെ, കുഞ്ഞുങ്ങളെ സ്കൂളിലാക്കും, അതോടുകൂടി അമ്മമാർ ഫ്രീ ആകുമെന്നൊരു ചിന്തയാണ്. പക്ഷെ എങ്കിലും അന്ന് സ്കൂളിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നപ്പോൾ വേദനയായി. പിന്നെ എങ്ങനെയെങ്കിലും 4 മണിയായാൽ മതി എന്നൊരു ചിന്തയിലൊക്കെയാണ് ഇവർ നിൽക്കുന്നത്. ശരിക്കും ഹന്ന പോകുന്നത് 4 മണി വരെയും കൊണ്ടാക്കാൻ പോയതല്ല. 4 മണി വരെയും സ്കൂളിൽ കൊണ്ടാക്കുന്നവരുടെ വേദന അത്രയും ഉണ്ടെങ്കിൽ ഹന്ന പോയത് 4 മണി വരെയും സ്കൂളിലാക്കാൻ വേണ്ടിയല്ല. ഒരായുസ് മുഴുവൻ ആലയത്തിൽ നിർത്തേണ്ടതിനാണ് കൊച്ചിനെ കൊണ്ടുപോകും. ആലയത്തിൽ കൊണ്ടുപോയി കൊച്ചിനെ നിർത്തിയിട്ട് ഇവൾ മാറിയിരുന്ന് ഒരു യാഗമർപ്പിച്ചു. യാഗമർപ്പിച്ച് ഇവൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ദൈവമേ, ആ അധ്യായം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. അനന്തര ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു വന്നതിന് ശേഷം 8ാമത്തെ വാക്യം, അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ദൈവം. ഇതെല്ലാം പറഞ്ഞവൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് കൊച്ചോടി വന്ന് അമ്മച്ചിയെ കെട്ടിപ്പിടിക്കുമ്പോൾ ഈ കൊച്ചിനെ തള്ളി ആലയത്തിലേക്ക് തന്നെ കയറ്റി വിട്ടു. എന്നിട്ട് വീണ്ടും ഈ കുഞ്ഞിനോട് ഇവക്ക് പറയാനുള്ള സന്ദേശം ഇതാണ്, ഇനി നിന്നെ നോക്കുന്ന ഞാനല്ല, നിന്നെ നോക്കുന്ന സർവശക്തിയുള്ള ദൈവമാണ്. ഒന്നും അറിയാൻ പാടില്ലാത്ത കുഞ്ഞിനെ ആലയത്തിലേക്ക് തള്ളിവിട്ടിട്ട് ധൈര്യത്തോടു കൂടി അവൾ വീട്ടിലേക്ക് വരികയാണ്. എന്താ അതിന്റെ കാര്യം? അവൾ തീർത്തു പറയും, ഇനി എൻ്റെ കൊച്ചിനെ നോക്കുന്ന ഞാനല്ല, എൻ്റെ കൊച്ചിനെ നോക്കുന്നത് സർവശക്തിയുള്ള ദൈവമാണ്. ആലയത്തിലാണ് സാന്നിധ്യം ഇറങ്ങുന്നത്. ഞാൻ എൻ്റെ കൊച്ചിനെ നിർത്തിയിരിക്കുന്നത് സാന്നിധ്യം ഇറങ്ങുന്ന ഇടത്താണ്. സർവവല്ലഭനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലത്താണ് ഞാൻ എൻ്റെ കൊച്ചിനെ നിർത്തിയിരിക്കുന്നത്. ഇവൾ എന്ത് ചെയ്യും? ഇവൾ ഭവനത്തിലേക്ക് തിരിച്ചു വരികയാണ്. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു ഈ കുഞ്ഞ് ആലയത്തിൽ അവൻ താമസിക്കുന്നത്, അവൻ കിടക്കുന്നത് പെട്ടകത്തിന്റെ അരികിലാണ്. ഈ അമ്മച്ചിക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അമ്മച്ചിക്ക് ഫെസ്റ്റിവൽ വരുമ്പോൾ ഗിഫ്റ്റുമായി ആലയത്തിലേക്ക് വരുന്നൊരു സ്വഭാവം ഉണ്ടായി. പെസഹ പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, കൂടാര പെരുന്നാൾ, പാപപരിഹാര ദിവസം, പെന്തിക്കോസ് പെരുന്നാൾ, ആദിവലക്കറ്റിയുടെ പെരുന്നാൾ, കാഹളധ്വനി പെരുന്നാൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പെരുന്നാളുകളാണ് യഹൂദനുള്ളത്. ഏത് പെരുന്നാളിലാണെന്ന് എനിക്കറിയില്ല. പക്ഷേ പെരുന്നാളുകൾ വരുമ്പോൾ അമ്മച്ചി ഉടുപ്പ് നെയ്തുകൊണ്ട് ആലയത്തിൽ വരും. അമ്മച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇന്നൊന്നും അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നവരൊന്നും കാണാനില്ല. പണ്ടത്തെ ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ മടിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റൊക്കെ വെച്ച് കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് അവരത് ദൈവദാസന്മാർക്കൊക്കെ കൊടുത്തിട്ട് പോകുന്നൊരു സ്വഭാവം. ഇനിയൊന്നും അങ്ങനെയുള്ളവരെയൊന്നും കാണാൻ പറ്റുകയില്ല. അത് വലിയ പാടാണ് അല്ലേ? എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു സ്വഭാവം. ഈ അമ്മച്ചിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ചെറുക്കന് ഗിഫ്റ്റ് കൊണ്ടുവരുന്നത്. പണ്ടൊക്കെ കാരണവന്മാർ വീട്ടിലോട്ട് കയറി വരുമ്പോൾ
വെറും കൈ വീശിക്കൊണ്ട് എങ്ങനെയാണ് പിള്ളേരുടെ അടുക്കിലേക്ക്, കൊച്ചുമക്കളുടെ അടുക്കിലേക്കൊക്കെ പോകുന്നതെന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വഴിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരും. ഇനിയൊന്നും അങ്ങനെ കിട്ടുകയില്ല. കാരണം എല്ലാവരുടെയും കൈ പാള പോലൊരു മൊബൈലും പിന്നെ അതും ഇതും സാധനങ്ങളെല്ലാം കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പാഴ്സൽ മേടിച്ച് കൈ പിടിക്കാൻ മാത്രം കൈയൊന്നും ഫ്രീ ഇല്ലെന്ന് വേണം പറയാൻ. പെരുന്നാളുകൾ വരുമ്പോൾ ചെറുക്കൻ ഒറ്റ ചിന്തയുള്ളൂ, അമ്മച്ചിയെ കാണാൻ പറ്റും. എൻ്റെ അമ്മ പറയട്ടെ, എനിക്ക് എൻ്റെ അമ്മയെ കാണാം. ഇതാണ് അവൻ്റെ ചിന്ത. പക്ഷേ ഹന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ വരാതെയായി ആലയത്തിലേക്ക്. എന്താ കാര്യം? ഹന്നയ്ക്ക് ദൈവം ഗിഫ്റ്റ് കൊടുത്തു. ഹന്നയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തതോടുകൂടി ഹന്ന ആലയത്തിലേക്ക് വരാതെയായി. എന്തായിരുന്നു ഹന്നയ്ക്ക്? അവൾ വീണ്ടും പ്രഗ്നന്റ് ആയി. അവൾ വീണ്ടും പ്രഗ്നൻസിയുടെ കാലഘട്ടം, ഡെലിവറിയുടെ സമയം, കുഞ്ഞിനെ കെയർ ചെയ്യുന്ന സമയം. ആ സമയങ്ങളൊന്നും ഹന്നയ്ക്ക് ആലയത്തിൽ വരാൻ പറ്റാതെയായി. ഓരോ പെരുന്നാളുകൾ വരുമ്പോൾ ചെറുക്കൻ ഓടി വന്ന് ആൾക്കൂട്ടത്തിന്റെ നടുവിൽ തൻ്റെ അമ്മയുണ്ടോ എന്ന് നോക്കുന്ന ഒരു സമയം. അമ്മയെ കാണാതെ വന്ന് വളരെ വിഷമത്തോടു കൂടി ഇവൻ വന്ന് പെട്ടകത്തിന്റെ സൈഡിൽ പാവിരിച്ചു കിടക്കും. ഈ വേദപുസ്തകത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു സന്ദേശമാണ് ഈ പുസ്തകത്തിൽ ഞാൻ പ്രസംഗിക്കുന്ന മെസ്സേജ്. എൻ്റെ അകത്ത് ഇതുപോലെ ഫീൽ ചെയ്യുന്ന ഒരു മെസ്സേജ്. എന്താ കാര്യം എന്നറിയാം? പെട്ടകത്തിന്റെ അരികിൽ മഹാപുരോഹിതന് പോലും ആണ്ടിൽ ഒരിക്കൽ മാത്രമേ കയറാൻ പറ്റൂ. പെട്ടകത്തിന്റെ അരികിൽ, ശ്രദ്ധിച്ചു കേട്ടോണം, പെട്ടകത്തിന്റെ അരികിൽ മഹാപുരോഹിതന് പോലും ആണ്ടിൽ ഒരു പ്രാവശ്യമേ കയറാൻ പറ്റുകയുള്ളൂ. ഒന്നാമത്തെ മഹാപുരോഹിതനായിരിക്കുന്ന അഹരോന് പോലും പെട്ടകത്തിനരികിലേക്ക് ഒരേ ഒരു പ്രാവശ്യമേ പ്രവേശനമുള്ളൂ, മഹാപാപപരിഹാര ദിവസം. അതേ പെട്ടകത്തിനരികിൽ ചെറുക്കൻ വെറുതെ പാവിരിച്ച് കിടക്കുക. ഇതാ ഞാൻ പറഞ്ഞത്, ഇതുപോലെ എനിക്ക് ഫീൽ ഉള്ളൊരു സന്ദേശമില്ലെന്ന് പറയുന്നു. നമ്മളിങ്ങനെ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, സമയത്തും അസമയത്തും കൃപാസനത്തോട് അടുക്കാൻ പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് ചാൻസ് നൽകിയത്. സമയത്തും അസമയത്തും കൃപാസനത്തോട് ഓടി അടുത്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ശമൂവേൽ. പഴയ നിയമത്തിൽ അങ്ങനെ ഒറ്റയാളേ ഉള്ളൂ, അത് ശമൂവേലാണ്. എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും പുള്ളിക്ക് പെട്ടകത്തിനരികിലേക്ക് കയറി ചെല്ലാം, എപ്പോൾ വേണേലും അദ്ദേഹത്തിന് ഇറങ്ങി വരാം, എപ്പോൾ വേണേലും അതിനരികിൽ പാവിരിച്ച് കിടക്കാം. അതുകൊണ്ട് സമയത്തും അസമയത്തും കൃപാസനത്തോട് അടുക്കാൻ ദൈവം നമുക്ക് മാത്രമേ അവസരം നൽകിയുള്ളൂ എന്ന് പറയരുത്. പഴയ നിയമത്തിലും ചെയ്ത ഭക്തനുണ്ട്. ആമേൻ. അതൊരു ചിന്തയായിട്ട് നിങ്ങളുടെ അകത്ത് കിടക്കട്ടെ. ഇനി അടുത്ത ആലോചന പറയുന്നത്, ഇത് ശരിക്കും ഒരു വിരോധാഭാസം പോലെ എനിക്ക് തോന്നി. കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, മഹാപുരോഹിതൻ പോലും ആണ്ടിലൊരിക്കൽ പ്രവേശനമുള്ള സ്ഥലത്ത് ചെറുക്കന് മാത്രം എന്തിനാ ചാൻസ് കൊടുത്തു എന്നൊരു ചോദ്യം ഞാൻ ദൈവത്തോട് ചോദിച്ചു. അവിടെയാണ് കാര്യം കിടക്കുന്നത്. കൊണ്ട് ദൈവം എന്നോട് പറഞ്ഞ സന്ദേശം ഇതാണ്: എടാ, ഞാൻ ചിലരോടൊക്കെ ഇങ്ങനെയാണ്. മറ്റുള്ളവരോട് ഇടപെടുന്നത് പോലെയല്ല ഞാൻ നിന്നോട് ഇടപെടുന്നത്. നിന്നോട് ഇടപെടുന്നത് പോലെയല്ല വേറൊരാളോട് ഞാൻ ഇടപെടുന്നത്. ഈ രാത്രിയിൽ ആ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുതി വെക്കണം. എൻ്റെ ദൈവം ചിലരോടൊക്കെ ഇങ്ങനെയാണ്. എല്ലാവരോടും ഒരുപോലെ ഇടപെടുന്നവനല്ല ദൈവം. ഓരോരുത്തരോടും ദൈവം വ്യത്യസ്തമായ നിലയിലാണ് ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ ആളില്ലെങ്കിൽ, ആരാധിക്കാൻ ആളില്ലെങ്കിൽ, അടുത്തിരിക്കാൻ ആളില്ലെങ്കിൽ, സ്വോത്രം പറയുന്നില്ലെങ്കിൽ, ഇതൊന്നും നമ്മുടെ വിഷയങ്ങളല്ല. മറ്റുള്ളവൻ എങ്ങനെ പോകുന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല. ആരും പ്രാർത്ഥിക്കാനില്ലെങ്കിലും, ആലയത്തിൽ വിളക്ക് കെടുന്ന കാലമാണെങ്കിലും, സർവശക്തനോട് ചേർന്നിരിക്കാനുള്ള മനസ്സുള്ള ഒരാളുണ്ടെങ്കിൽ നിന്നോട് എൻ്റെ ദൈവം വേറെയാണ്. ഞാൻ അവിടെയൊന്നും നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവചനത്തോട് ആഗ്രഹമുള്ളവരും ദൈവവചനം കേൾക്കാൻ താല്പര്യമുള്ളവരും ഒക്കെ അവിടെ ഒന്ന് ചവിട്ടി നിൽക്കണം. എൻ്റെ ദൈവം ചിലരോടിങ്ങനെ, ആ ഒരു സ്ഥലത്ത് ഞാനൊന്ന് നിൽക്കുക കേട്ടോ. എല്ലാവരോടും ദൈവം ഒരേ സ്റ്റൈലല്ല, എല്ലാവരോടും വ്യത്യസ്തമാണ് ദൈവം. എനിക്കതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി, ഒരുപാട് താല്പര്യം തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, വേദപുസ്തകത്തിൽ ഇനി ഇതുപോലത്തെ കഥാപാത്രങ്ങൾ മറ്റാരെങ്കിലും ഉണ്ടോ? ഈ ചോദ്യം ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, ഉണ്ട്, ഞാൻ നിന്നെ കാണിച്ചു തരാം. അതിൽ ഒരാളാണ് മോശ.
മോശ ഒരിക്കൽ ന്യായപ്രമാണം എഴുതി വരുമ്പോൾ മോശ പറഞ്ഞു, ഊനമുള്ളവൻ ആലയത്തിൽ കയറരുത്, ഊനമുള്ളവൻ ആലയത്തിൽ കയറരുത്. പക്ഷെ അത് എഴുതിയ മോശ വിക്കനാണ്. തടിച്ച നാവുള്ളവൻ എഴുതുകയാണ്, ഊനമുള്ളവൻ ആലയത്തിൽ കയറരുത്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഇത് എഴുതിയ പുള്ളി തന്നെയാണ് ഇത് നിർമ്മിക്കേണ്ടതിന് അതിനുള്ളത് വാങ്ങിച്ചത്. ഇത് എഴുതിയ ആള് തന്നെയാണ് അതിലേക്കൂടെ എല്ലാം കയറി നടക്കുകയും ഇതെല്ലാം ചെയ്യുകയും ചെയ്യും. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഇത് എന്തൊരു വിരോധാഭാസം. കർത്താവിനോട് പറഞ്ഞ, ഞാൻ ചിലരോടൊക്കെ ഇങ്ങനെയാണ്, ഞാൻ ഓരോരുത്തരോടും ഇടപെടുന്നത് വ്യത്യസ്തമാണ്, ചിലരോടൊക്കെ ഇങ്ങനെയാണ്. എനിക്ക് ആകാംക്ഷ കൂടിക്കൂടി വന്നു. ഞാൻ ദൈവത്തോട് വീണ്ടും ചോദിച്ചു, കർത്താവ് ഇങ്ങനെ വേറെ ആരെങ്കിലും ഉണ്ടോ പുസ്തകത്തിൽ? ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒരിക്കൽ മോശ പാളയത്തിൽ ഒരു പ്രസംഗം പ്രസംഗിച്ചു. തന്റെ പ്രസംഗം ഇങ്ങനെയായിരുന്നു: നാളെ പ്രഭാതത്തിൽ ദൈവം പ്രത്യക്ഷനാകും, പർവ്വതത്തിൽ ദൈവം പ്രത്യക്ഷനാകും. മനുഷ്യനാകട്ടെ മൃഗമാകട്ടെ ആരും പർവ്വതത്തോട് അടുക്കരുത്, അവനെ കല്ലെറിഞ്ഞു കൊല്ലണം, ഇല്ലെങ്കിൽ അവൻ ഭസ്മമാകാനും സാധ്യതയുണ്ട്. ഈ പ്രസംഗമെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം പ്രഭാതത്തിൽ മോശ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി ചെന്നു. മോശ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നോക്കി നിൽക്കുമ്പോൾ പുറകിൽ ഒരു മനുഷ്യൻ നടന്നു ചെല്ലുകയാണ്. പേര് യോശുവ. നമുക്ക് ഇവിടെ നിന്ന് വിളിച്ചു ചോദിക്കാം, യോശുവ നീ എവിടെ പോവുക? ഇങ്ങനെ വിളിച്ചു ചോദിച്ചാൽ യോശുവ പറയും, ഞാൻ പർവ്വതത്തിലേക്ക് പോകുകയാണ്. ഇന്നലത്തെ പ്രസംഗം നീ കേട്ടില്ലേ? മനുഷ്യനാകട്ടെ മൃഗമാകട്ടെ പർവ്വതത്തിൽ തൊട്ടേക്കരുത് എന്നുള്ള പ്രസംഗം നീ കേട്ടില്ലേ? അവൻ തീർത്തു പറയും, ഞാൻ കേട്ടു എന്ന്. കാര്യം, മോശ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തുന്ന കൂടെ നിന്നവനാ യോശുവ. യോശുവ തീർത്തു പറയും, ഞാൻ പ്രസംഗം കേട്ടു. ഇനി യോശുവോട് ചോദിക്കാം, പ്രസംഗം കേട്ട നീ എന്തിനാ? നീ ഓപ്പോസിറ്റ് ആണല്ലോ ചെയ്യുന്നത്. ഇന്നലത്തെ പ്രസംഗത്തിന്റെ ഓപ്പോസിറ്റ് ആണ് നിന്റെ പ്രവൃത്തി. മനുഷ്യനാകട്ടെ മൃഗമാകട്ടെ തൊട്ടേക്കരുതെന്ന് പറഞ്ഞ പർവ്വതത്തിലേക്ക് നീ വന്നു കയറേണ്ട കാര്യം എന്താണ്? അതിന് തിരിഞ്ഞു നിന്ന് യോശുവ പറയുന്ന ഒരു സന്ദേശം ഇതാണ്: പാളയത്തിൽ 30 ലക്ഷം പേരെ കൺസൾട്ട് ചെയ്യുന്നത് പോലെയല്ല എന്റെ ദൈവം എന്നെ കൺസൾട്ട് ചെയ്യുന്നത്. മറ്റുള്ളവരോട് ദൈവം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ ദൈവം എന്നോട് ഇങ്ങനെയാണ്. ഞാൻ മോശയുടെ പ്രസംഗത്തെ നിരസിക്കുകയല്ല, മറിച്ച് ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തോട് കയറി ചെല്ലുകയാണ്. എതിര് പറഞ്ഞിട്ടും കയറി ചെല്ലുന്ന യോശുവയെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇതാ ഞാൻ പറഞ്ഞത്, എന്റെ ദൈവം ഓരോരുത്തരോടും സ്പെഷ്യലാണ്. 30 ലക്ഷത്തോട് കൺസൾട്ട് ചെയ്യാത്തതുപോലെ ദൈവം യോശുവയെ കൺസൾട്ട് ചെയ്തു. നിങ്ങൾ പുതിയ നിമിത്തി വാ. ഒരിക്കൽ യേശുവും തന്റെ ശിഷ്യന്മാരും കൂടി വയലിലൂടെ യാത്ര ചെയ്യുകയാണ്. വയലിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ കർത്താവ് പറയുന്ന ഓരോ വാക്കിനും പുറകിൽ നിന്ന് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കർത്താവിന് മഹത്വം കൊടുത്ത് പുറകെ കൂടെ ഓരോരുത്തരും ഈ ശിഷ്യന്മാർ നടന്നു വരുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് ഒന്നും കേൾക്കുന്നില്ല. കർത്താവ് ഉഗ്രം ദൂതൊക്കെ പറഞ്ഞിട്ടും പുറകിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് ഒന്നും കേൾക്കുന്നില്ല. ഉടനെ ഫ്രണ്ടിൽ നിൽക്കുന്ന പരീശന്മാർ വിളിച്ചു പറഞ്ഞു, ഗുരു, അവര് പ്രൈസ് ദി ലോർഡ് പറയാത്തതിന്റെ കാര്യം, അവര് സ്തോത്രം പറയാത്തതിന്റെ കാര്യം, അവരുടെ വായിലല്ലാതെ നെല്ല് കിടക്കുകയാണ്. നെല്ല് കയറിയത് കൊണ്ടാണ് സ്തോത്രം പറയാത്തത്. ശരിയാ, ചില യോഗങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ വായി നെല്ല് കയറിയതുപോലെ ആൾക്കാരിയ്ക്കുന്നത് കാണാം. അവര് വലിയ പണ്ഡിതരായതൊന്നും വന്നിക്കൊണ്ടൊന്നുമല്ല സ്തോത്രം പറയാൻ, വായി നെല്ല് കയറിയത് കൊണ്ട് തന്നെയാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഏതോ ഒരു സാധനം അവരുടെ അകത്ത് കയറി. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന ആത്മാവിൽ ആരാധിക്കേണ്ട സമയത്ത് ഗുമ്മടിച്ച് വായ അടച്ചു. ചിലരുടെ വായിന്ന് സ്തോത്രം വരാൻ വലിയ പാടാ. പണ്ടൊക്കെ ആർത്തലച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്ന പുള്ളികളാ. കാലം ചിലത് കഴിഞ്ഞപ്പോൾ വായി നെല്ല് കയറി. നിങ്ങളങ്ങനെ കണ്ടിട്ടില്ലേ ആളുകളെ? തുപ്പിക്കളഞ്ഞിട്ട് യോഗത്തിന് ഇരുന്നാൽ മതിയെന്ന് ഞാൻ സാധാരണ പറയാറുണ്ട്. പിന്നെ ഞാൻ പറയും, നിങ്ങളൊന്നും വലിയ സ്കോളർ ആണെന്ന് ഞാൻ ചിന്തിക്കുകയൊന്നുമില്ല ഇനിയിപ്പോ. അത്രയേ ഉള്ളൂ. ഫ്രണ്ടിൽ ഇരിക്കുന്ന പുള്ളികളൊന്നും വലിയ സ്കോളർ ആയിട്ടൊന്നുമല്ല. ഈ പുസ്തകം ആർക്കും അങ്ങനെ പഠിച്ചു തീർക്കാൻ പറ്റുകയില്ല, അല്ലേ? പക്ഷേ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്യുന്ന പഴയ കാലഘട്ടം, ആ കാലഘട്ടമൊക്കെ കയ്യിൽ നിന്ന് പോയിട്ട്
പിന്നെ മസിൽ പിടിച്ചിരിക്കുന്നവരെ കാണുമ്പോൾ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, വായി നെല്ല് കയറിയെന്ന്. വേറെ ഒന്നുമില്ല അതിന്. മിണ്ടാതിരിക്കുന്ന കാണാം ചിലത്, അല്ലേ? നമ്മുടെ നാട്ടിൽ ഈ 21 ദിവസം 40 ദിവസമൊക്കെ ഉപവാസം നടക്കുമ്പോൾ എന്നെ ആരാധനയാ, പായൊക്കെ ഇങ്ങനെ കറക്കി. ഒരു 21 ദിവസമൊക്കെ ആകുമ്പോൾ മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു 16 17 എന്നൊക്കെ പറഞ്ഞാൽ കളിവെള്ളം കളിച്ച് കയറുന്ന പോലെ ആത്മാവിൽ ആരാധിക്കുന്ന സമയമാണ്. അങ്ങനെ ആരാധിച്ച് ബോക്സ് മറിച്ച് കളഞ്ഞ് തട്ടിക്കളഞ്ഞ് അടുത്തിരിക്കുന്നവരെ ഇടിച്ച് ദൂരെ കളഞ്ഞ്, ഏഹ്, ഇതേ പുള്ളി തന്നെ ആ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് പിറ്റേ ആഴ്ച ആരാധനയ്ക്ക് വരുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു മൂല വന്നിങ്ങനെ, ഈ വാക്ക് ഞാൻ യൂസ് ചെയ്യുന്നതിന് ക്ഷമിക്കണം കേട്ടോ, ഒരു നത്തിരിക്കുന്ന പോലെ മൂല വന്നിരിക്കുന്ന കാണാം. ഏഹ്, അപ്പൊ എന്റെ ചോദ്യം, കഴിഞ്ഞ ആഴ്ച പായെല്ലാം മടക്കിയ ആളാണോ ഈ പുള്ളി? കഴിഞ്ഞ ആഴ്ച അവിടുത്തെ ബോക്സും എല്ലാം ഇടിച്ച് കളഞ്ഞ പുള്ളിയാണോ ഇത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അതാ പറഞ്ഞത്, ഒറ്റ ആഴ്ചത്തെ എടുത്തില്ല വായിക്കകത്ത് നെല്ല് കയറാൻ. പഴയ സ്വോത്രം ഹല്ലേലൂയ എല്ലാം പോയി, പഴയ ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ കർത്താവ് തിരിഞ്ഞു നോക്കിയപ്പോൾ സംഭവം ശരിയാണ്, ശബത്ത് ദിവസമാണ്. ഇനി നിങ്ങൾ എന്നെ കേട്ടോണം, ശബത്ത് ദിവസമാണ്, ചെയ്ത് റോങ് ആണ്. പക്ഷേ കർത്താവ് പറയാണ് ചെയ്തോട്ടം. അവിടെയാണ് നമ്മുടെ ചിന്തയിരിക്കുന്നത്. അവര് ചെയ്തോട്ടെന്ന് പറയും. എന്താ കാര്യം എന്താണെന്ന് അറിയാം? ശബത്ത് ദിവസത്തിന് തലേ ദിവസം ഒരു പ്രത്യേകതയുണ്ട്. അത് ഒരുക്കനാളാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുക്കനാൾ ഉണ്ടായിരുന്ന പണ്ടൊക്കെ, ഈ കല്യാണത്തിന്റെയൊക്കെ തലേ ദിവസം അത് ഒരുക്കനാളാണ്. മീനൊക്കെ കറി വെച്ച് വെക്കും, പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി വെക്കും, അച്ചാറൊക്കെ റെഡിയാക്കി വെക്കും. അങ്ങനെ ഒരു ഒരുക്കനാൾ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണത്തിനുണ്ടായി. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ കാറ്ററിംഗുകാർക്കൊക്കെ കൊടുത്തിട്ട് കയ്യും കെട്ടി എല്ലാവരും ഇരിക്കുകയാണ്. അവർക്ക് പുളിശ്ശേരിയെക്കുറിച്ച് അറിയണ്ട, അച്ചാറിനെക്കുറിച്ച് അറിയണ്ട, ഒന്നും അറിയണ്ട. വളരെ ശാന്തമായിട്ടിരിക്കുകയാണ്. അതൊരു കാലഘട്ടം. ആ, പക്ഷേ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ആരാധനയുടെ തലേദിവസം അവർക്ക് ഭയങ്കര പ്രധാനപ്പെട്ട ദിവസം. തലേ ദിവസം തന്നെ അവർ ഒരുങ്ങും, ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് വെക്കും. അതൊക്കെ നല്ല പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം തന്നെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കറണ്ട് ഇല്ലെങ്കിൽ ഈ തലയണയ്ക്കകത്ത് നിന്ന് ഇട്ടുകൊണ്ട് വരുന്ന പോലെ ഇട്ടുകൊണ്ട് വരേണ്ട വരും, അല്ലേ? ആരാധനയ്ക്ക് വേണ്ടി തലേ ദിവസം തന്നെ ഒരുങ്ങുന്നവർ വളരെ ചുരുക്കമാണ്. രാവിലെ ആകുമ്പോഴാണ് ചിലരൊക്കെ റോട്ടിൽ കൂടെ നടന്ന പകുതി സാരി കൊടുക്കുന്നത്. സാരിയുടെ തുമ്പൊക്കെ റോട്ടിൽ കൂടെ പിടിച്ച് പാഞ്ഞടുത്ത് വരുന്നത് കാണാം. ഈ എന്നിട്ട് ഓടി വന്നിട്ട് കയറുന്ന എപ്പോഴാണെന്നറിയോ? ഈ സങ്കീർത്തനം പകുതിയാകുമ്പോൾ. എന്നിട്ട് ഓടി വന്നിട്ട്, ഏതടി സങ്കീർത്തനം? അടുത്തിരിക്കുന്നവരെ തോന്നുന്നു സങ്കീർത്തനം ഏതാന്ന്. ഏഹ്, എന്തൊരു വളിപ്പൊക്കെയാ നടക്കുന്നത്. കാര്യം എന്താണെന്നറിയോ? രാവിലെ അച്ഛൻ ഇറച്ചി മേടിച്ചോണ്ട് വരും ഞായറാഴ്ച രാവിലെ. പിന്നെ ഇതെല്ലാം കറി വെച്ചിട്ട് ഇത് കഴിച്ചിട്ട് ഇവിടെ വന്നിരുന്നാലോ? ഇനിയിപ്പോ ഡോർ അടച്ചോ ഇല്ലയോ? ഏത് ഇറച്ചി കറി വെച്ച് വെച്ചിട്ടുണ്ട്, മേളിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ഡോർ അടച്ചോ ഇല്ലയോ എന്നൊരു സംശയം. അന്നത്തെ ആരാധന പോയി. യഹൂദനെ സംബന്ധിച്ചിടത്തോളം തലേ ദിവസം ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കും, പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി വെക്കും. എന്ന് വെച്ചാൽ ഇവിടെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്നവന്മാരെ സംബന്ധിച്ചിടത്തോളം തലേ ദിവസം ഒരുങ്ങിയവന്മാരാണ്. അവന്റെ വീടിനെ കുറിച്ച് യേശുവിന് നല്ല അറിവുണ്ട്. പുറകിൽ നിൽക്കുന്നവർ ഇവർ കർത്താവിന്റെ പുറകെ തന്നെ നടക്കുക. ഇവന്റെ വയററിയാം. വീട്ടിൽ ചെന്നാൽ ആരാധന കഴിഞ്ഞ് ചെന്നാൽ ഇവനൊന്നും കഴിക്കാനില്ലെന്നും അറിയാം. അതുകൊണ്ട് തന്നെ അവൻ കഴിച്ചോട്ടെന്ന് പറഞ്ഞു. ഫ്രണ്ടിൽ നിൽക്കുന്നവന്റെ വീടും പുറകിൽ നിൽക്കുന്നവന്റെ വയറും അറിയാവുന്നവനാണ് നമ്മുടെ കർത്താവ്. നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് അതൊരു നീതിയുള്ള ഒരു ന്യായവിധിയാണ്. അവിടെ ചെയ്തോട്ടെന്ന് പറഞ്ഞു, കഴിച്ചോളാൻ പറഞ്ഞു, കഴിച്ചോളാൻ പറഞ്ഞു. ഇതാ ഞാൻ പറഞ്ഞ നമ്മുടെ കർത്താവ് ചിലരോടൊക്കെ ഇങ്ങനെയാണ്. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച ദൈവമക്കളെ, ശമൂവേൽ പെട്ടകത്തിന്റെ സൈഡിൽ കിടക്കും. അമ്മച്ചി ഗിഫ്റ്റുമായി വരുന്നൊരു സ്വഭാവം അമ്മച്ചിക്കുണ്ട്.
അമ്മച്ചി ഗിഫ്റ്റുമായി വരാതിരിക്കുമ്പോൾ സർവശക്തിയുള്ള ദൈവം ഗിഫ്റ്റുമായി ഇറങ്ങി വന്നു. പതിനായിരം പേര് നിനക്ക് തരുന്ന ഗിഫ്റ്റിനേക്കാൾ പവറാണ് സർവശക്തിയുള്ള ദൈവം നിനക്ക് നൽകുന്ന ഗിഫ്റ്റ്. എന്ത് ഗുണമുണ്ടായെന്നറിയോ? പിന്നീട് ആരൊക്കെ ശമൂവേലിന്റെ അരികിൽ വന്നിട്ടുണ്ടോ അവരൊക്കെ ഗിഫ്റ്റുമായിട്ടാണ് വന്നത്. എന്താ പാസ്റ്റർ തെളിവ്? തെളിവ് ഞാൻ പറയാം. ശൗലും തന്റെ ഭൃത്യനും കൂടെ വരുമ്പം ദർശകനെ കാണാൻ പോകാം. വെറും കൈയോടെ ചെല്ലാൻ പറ്റുകയില്ല, എന്തെങ്കിലും കൊടുക്കണം. പിന്നീട് ആരൊക്കെ ശമൂവേലിനെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ അവരെല്ലാം കയ്യിൽ ഗിഫ്റ്റുമായി വരത്തക്കവണ്ണം ദൈവം ഇവനൊരു ഗിഫ്റ്റ് കൈമാറി. ഇതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഈ ഉലകത്തിൽ ആര് തരുന്ന ഗിഫ്റ്റിനേക്കാൾ പവറാണ് സർവശക്തിയുള്ള ദൈവം നമുക്ക് കൈമാറുന്ന ഗിഫ്റ്റ്. നാം പ്രാപിക്കുന്ന ഏത് കാര്യങ്ങളെക്കാൾ വലുത് ദൈവം നൽകുന്നതാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ദൈവിക ഗിഫ്റ്റ്, ദൈവിക ദാനങ്ങൾ പ്രാപിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിന്നെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരാൾ വേറെയില്ല. ദർശകന്റെ അരികിൽ വെറുതെ കൈയും വീശി പോകാൻ പറ്റിയല്ല, എന്തെങ്കിലും കൊടുക്കണം. അതെ അതെ അതെ, എല്ലാവരും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അത് ഞാൻ നിങ്ങളോട് എല്ലാവരും കൈമാറാൻ വേണ്ടി ഒരു നല്ല സന്ദേശമാണ്. ദൈവദാസന്മാരുടെയൊക്കെ മുമ്പിൽ പോയി ചുമ്മാ പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ തിരുവാതിര കളിച്ച് പുറകോട്ട് പോവുമല്ല. ആ ദൈവദാസന്മാരെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ബ്ലസ് ചെയ്യണം. ചിലരുണ്ട് ആര് വന്നാലും തല കൊണ്ട് വെച്ച് കൊടുക്കും, പ്രാർത്ഥിപ്പിച്ച് അത് പ്രാർത്ഥിപ്പിച്ച് ഇത് എന്റെ ഭാഷ ഇല്ല, മറ്റേ ആ വിഷയമുണ്ട് ഭാഷ ഇല്ല, ഈ വിഷയമുണ്ട് ഭാഷ. ഇതെല്ലാം പ്രാർത്ഥന കഴിഞ്ഞ് തിരുവാതിര കളിച്ചൊക്കെ പോകുന്നതാണ്. അയ്യോ, ആരാധനയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു അരങ്ങാണ്. ആ ദേവദാസന്മാരെയൊക്കെ ബ്ലസ് ചെയ്തിട്ട് പോണം, എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അനുഗ്രഹിച്ച് പോണം. അതെല്ലാം ഒരു നന്മയാണ്. കണ്ടോ, ശമൂവേലിന്റെ ആർക്ക് ആര് ദൈവദാസന്മാര് ദൂത് കേൾക്കാൻ വന്നിട്ട് ചുമ്മാ കയ്യും വീശി ഓക്കെ പാസ്റ്റർ സന്തോഷം പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞിട്ട് പോവല്ലായിരുന്നു, എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് പോവായിരുന്നു. ഇനി എന്ത് ഗുണം ഉണ്ടായെന്ന് പറയാം. ശൗൽ ജീവിതത്തിൽ ഏറ്റവും അവസാനം മേടിച്ച കടമാണത്. പിന്നെ അവന്റെ ജീവിതത്തിൽ കടം മേടിക്കേണ്ട വന്നിട്ടില്ല. പെണ്ണ് കെട്ടിക്കാൻ കടമെടുക്കുന്നവരുണ്ട്, വീട് മേടിക്കാൻ കടമെടുക്കുന്നവരുണ്ട്, വണ്ടി മേടിക്കാൻ കടമെടുക്കുന്നവരുണ്ട്, എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നവരുണ്ട്. ചുമ്മാ ഇരിക്കുമല്ലേ എന്ന് വിചാരിച്ച് ലോൺ എടുക്കുന്നവരുമുണ്ട്. അല്ല, വെറുതെ ഇരിക്കല്ല, എന്നാ പിന്നെ ലോൺ എടുത്തേക്കാം, അങ്ങനെയും കൂടെ ലോൺ എടുക്കുന്നവരുണ്ട്. പാസ്റ്റർമാർക്ക് കൊടുക്കാൻ ലോൺ എടുത്ത ആരെങ്കിലും ഉണ്ടോ? ഒറ്റയാളേ ഉള്ളൂ, അത് ശൗല. പക്ഷെ പിന്നെ പുള്ളിയുടെ ജീവിതത്തിൽ ലോൺ എടുക്കേണ്ട വന്നിട്ട് അവസാനത്തെ പിടി അട, ആ ഒരു ലാസ്റ്റ് അട പ്രവാചകന് വെച്ച് നീട്ടിയവൾ. പിന്നെ ക്ഷാമകാലത്ത് ആഹാബിന്റെ അരമനയിൽ ക്ഷാമം കയറിയാലും വിധവയുടെ കലത്തിൽ ക്ഷാമം കയറുകയില്ല. കൊടുത്തവരാരും നശിച്ചു പോയിട്ടില്ല. സർവശക്തന്റെ നാമത്തിന് വേണ്ടി കൊടുത്തേക്കണം. ദൈവദാസന്മാരെയൊക്കെ കാണുമ്പം ഇവരൊക്കെ തിന്നാൻ നടക്കുന്നവരാ അങ്ങനെയൊക്കെ പറയുന്ന ഒരു നമ്പർ, ഒരു പറ്റ് കഞ്ഞി കൊടുക്കാത്തവൻ പറയുന്ന ഡയലോഗാണ്. അത് അവനുള്ള സാധന, അത് അല്ലേ? അത് അങ്ങനെയുള്ളവൻ കൊണ്ടുപോട്ടത്. നമ്മൾ ഷെയർ ചെയ്ത് ജീവിക്കുന്നവരാണ്, എല്ലാത്തിലും ഷെയർ ചെയ്ത് ദൈവനാമത്തിന് കൊടുക്കാനുള്ളത് അങ്ങനെ, ദൈവദാസന്മാർക്ക് കൊടുക്കുന്നത്, ദൈവ മക്കൾക്ക് കൊടുക്കാനുള്ളത് അങ്ങനെ, എല്ലാം ഷെയർ ചെയ്ത് ആത്മാവി ജീവിക്കുന്നവരാണ് നമ്മൾ. ഇതൊക്കെ മനസ്സിൽ ചിന്തിച്ചോണം കേട്ടോ, ഹൃദയത്തിൽ എഴുതി വെച്ചേ. പിന്നീട് ആരൊക്കെ ശമൂവേലരികിൽ വന്നിട്ടുണ്ടോ അവർക്ക് ഗിഫ്റ്റുമായി വരത്തക്കവണ്ണം ദൈവം ഒരു ഗിഫ്റ്റ് കൊടുത്തു, പ്രവചന ശുശ്രൂഷ. ദൈവം ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. ഈ വിളി അതിനു മുമ്പ് അവൻ കേട്ടിട്ടില്ല. അവൻ പുരോഹിതന്റെ അരികിൽ ചെന്നു. ഫസ്റ്റ് കോൾ മിസ് കോൾ ആയിപ്പോയി. ആദ്യത്തെ കോൾ മിസ് കോൾ ആയി, സെക്കൻഡ് കോൾ അതും താൻ ചെന്നു, മിസ് കോൾ ആയിപ്പോയി. ഈ കോൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് തനിക്ക് അറിയത്തില്ല. കണ്ടിട്ടില്ലേ, നമ്മുടെയൊക്കെ വലിയമ്മച്ചിമാരുടെ വലിയപ്പച്ചന്മാരുടെയൊക്കെ കയ്യിൽ ന്യൂ ജനറേഷൻ പിള്ളേർ അവർ മൊബൈൽ ഫോൺ എടുത്ത് കൊടുക്കും, ടച്ച് സ്ക്രീനാണ്. അപ്പച്ചന്മാർ അമ്മച്ചിമാർ എവിടെയെങ്കിലും പിടിച്ചത് ഓഫാക്കി കളയും. കാരണം നിങ്ങൾ പറഞ്ഞത് എനിക്കറിയാതെ നമ്മുടെ കൈ കൊടുക്കുമ്പോൾ അത് ഓഫാക്കി കളയും, അല്ലേ? കണ്ടിട്ടില്ലേ? ഈ കോൾ അങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷേ കോൾ എടുത്ത് പരിചയമുള്ള ഏലി പുരോഹിതൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു.
ഈ കോൾ അറ്റൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: യഹോവേ അരുളി ചെയ്യണമേ. അങ്ങനെയാണ് ഈ കോൾ അറ്റൻഡ്. 3 കോൾ മിസ് കോളായി. അടുത്ത കോൾ ഇവൻ എടുക്കുകയാണ്. കർത്താവെ അരുളി ചെയ്യും. തൻ്റെ അമ്മച്ചിയോട് തെറ്റിച്ച് ദൂത് പറഞ്ഞ ഏലി പുരോഹിതന്റെ മുഖത്ത് നോക്കി ആക്യുറേറ്റ് പ്രവചനം പറഞ്ഞാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഏതുന്നതന്റെയും മുഖത്ത് നോക്കി ആത്മാവിൽ ശുശ്രൂഷിപ്പാൻ ദൈവം ഒരു അഭിഷേകം കൈമാറും. ദൈവം ഒരു അഭിഷേകം കൈമാറും. അത് ഇന്നാരുന്നൊന്നുമില്ല, പ്രായമൊന്നുമില്ല. ദൈവം ആരെ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവൻ നിറഞ്ഞിരിക്കും, അവൻ പറഞ്ഞിരിക്കും. ദൈവിക ശുശ്രൂഷയുമായ ആ മനുഷ്യൻ പിന്നീട് രംഗത്ത് വരികയാണ്. പ്രവചന ശുശ്രൂഷ കണ്ടോ, അതിന്റെ പ്രാധാന്യത ഭയങ്കരമാണ്. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ന്യായാധിപനും ശമൂവേലാണ്. ലാസ്റ്റ് ന്യായാധിപനും അദ്ദേഹമാണ്. ഒത്നിയേൽ, യേഹൂദ്, ശങ്കർ, ദെബോര, ഗിദിയോൻ, അബിമലേഖ്, തോല, യായിർ, ഇഫ്താഖ്, ഇബ്സാനേലോൻ, അബ്ദോൻ, ശിംശോൻ, ഏലി, ശമൂവേൽ. അങ്ങനെ ഏകദേശം 15ഓളം ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്തു. അതിനുശേഷം യോബാവും അബിയാവും ന്യായപാലനത്തിന് വേണ്ടി വന്നെങ്കിലും ദൈവം അത് അംഗീകരിച്ചില്ല, ജനവും അംഗീകരിച്ചില്ല. അങ്ങനെ ന്യായാധിപന്മാരുടെ ലിസ്റ്റിൽ അവസാനമായി നിൽക്കുന്നത് ശമൂവേലാണ്. ശമൂവേൽ ശുശ്രൂഷയൊക്കെ ചെയ്ത കാലഘട്ടം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏലി പുരോഹിതൻ മരിച്ചു പോകുന്നത്. പിന്നെ ഉത്തരവാദിത്തങ്ങളെല്ലാം ശമൂവേലിന്റെ ശിരസിലേക്ക് വന്നു. ശമൂവേൽ ദൈവിക ശുശ്രൂഷകൾ ചെയ്തു വരുന്നു. ഒരിക്കൽ ഇസ്രായേലിലെ മൂപ്പന്മാരെല്ലാവരും കൂടെ കൂടി വന്ന് ശമൂവേലിന്റെ അരികിൽ വന്ന് പറഞ്ഞു, ഇങ്ങനെ പോയാൽ പറ്റുകയില്ല, നമുക്കൊരു രാജാവിനെ വേണം. രാജാക്കന്മാരുടെ ആരംഭം കുറിക്കുന്നത് ശമൂവേലിന് ശേഷമാണ്. നമുക്കൊരു രാജാവിനെ വേണം, രാജാവിനെ വേണം. ഈ രാജാവിനെ ചോദിച്ചപ്പോൾ ദൈവത്തിന് അത് വിഷമമായി, ശമൂവേലിനും വിഷമമായി. ഇനി ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ച് കേൾക്കുന്നവര് ഈ ഒരു പോർഷനിൽ ഒന്ന് ഇരുന്നോണം കേട്ടോ. വേദപുസ്തകത്തിന്റെ അഭിഷേകത്തിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പോർഷൻ ഞാൻ പറയാൻ പോവുക. വളരെ ശ്രദ്ധിച്ചിരുന്നോണം. 2 മിനിറ്റ് കൊണ്ടാണ് ഈ വിഷയം പറയുന്നത്. ശ്രദ്ധിച്ചിരുന്നോണം. അഭിഷേകത്തിന്റെ ഹിസ്റ്ററി. ദൈവം എന്തുകൊണ്ടാണ് വിഷമിച്ചത്? ശമൂവേൽ എന്തുകൊണ്ടാണ് വിഷമിച്ചത്? ഒരു രാജാവിനെ വാഴിക്കുന്നതിന് വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, നമുക്ക് ശേഷം വേറൊരാൾ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന്റെ പേരിലാണോ ശമൂവേൽ വിഷമിച്ചത്? പിന്നെ ദൈവം എന്തിനാ വിഷമിച്ചത്? ദൈവം വിഷമിക്കുന്നതിന്റെ കാര്യം അഭിഷേകം ഡിവൈഡ് ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് ദൈവത്തിന് വിഷമം ഉണ്ടായത്. എങ്ങനെയാണ് അഭിഷേകം ഡിവൈഡ് ചെയ്യപ്പെട്ടത്? പഴയ നിയമത്തിൽ പ്രധാനമായും 4 വിധ അഭിഷേകമായിരുന്നു. കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിന്റെ അഭിഷേകം, രാജാവിന്റെ അഭിഷേകം, പുരോഹിതന്റെ അഭിഷേകം, പ്രവാചകന്റെ അഭിഷേകം. കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിന്റെ അഭിഷേകം സാധാരണ ഒരു മനുഷ്യന് ആവശ്യമില്ല. ബാക്കിയുള്ള 3 വിധ അഭിഷേകങ്ങൾ, രാജാവിന്റെ അഭിഷേകം, പ്രവാചകന്റെ അഭിഷേകം, പുരോഹിതന്റെ അഭിഷേകം, ഈ 3 വിധ അഭിഷേകവും ശമൂവേൽ പ്രവാചകന്റെ കാലം വരെയും ഒരു വ്യക്തിയുടെ മേൽ വ്യാപരിച്ചു. ശ്രദ്ധിച്ചു കേട്ടോണം. ശമൂവേലിന്റെ കാലം വരെയും ഒരു വ്യക്തിയുടെ മേൽ വ്യാപരിച്ചു. പക്ഷേ രാജാവിനെ സെലക്ട് ചെയ്തതോടുകൂടി അഭിഷേകം ഡിവൈഡ് ചെയ്യപ്പെട്ടു. എങ്ങനെ അഭിഷേകം ഡിവൈഡ് ചെയ്യപ്പെട്ടു? ശ്രദ്ധിച്ച്, ഇങ്ങനെ അഭിഷേകം ഡിവൈഡ് ചെയ്യപ്പെട്ടു. ഒരു രാജാവിന് വേണമെങ്കിൽ പ്രവചന ശുശ്രൂഷ കൈകാര്യം ചെയ്യാൻ പറ്റും. ഒരു പുരോഹിതന് വേണമെങ്കിൽ പ്രവചന ശുശ്രൂഷ കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു രാജാവിന് പുരോഹിതനാകാനോ ഒരു പുരോഹിതന് രാജാവാകാനോ പറ്റാത്ത ലെവലിൽ അഭിഷേകം ഡിവൈഡ് ചെയ്യും. എന്താ പാസ്റ്റർ തെളിവ്? തെളിവ് പറയാം. ഈ പൗരോഹിത്യ ശുശ്രൂഷ രാജകീയ അഭിഷേകം വന്നതിന് ശേഷം കയറി ചെയ്തപ്പോൾ ശൗലിന്റെ തൊപ്പി തെറിച്ചു. ശൗല് വിചാരിച്ചത് തന്റെ മേൽ ഈ അഭിഷേകം ഉണ്ടെന്നാണ്. എങ്കിൽ അഭിഷേകം ഡിവൈഡ് ചെയ്യപ്പെട്ട കാര്യം പുള്ളി അറിഞ്ഞില്ല. പക്ഷെ അബ്യാഥാറിന്റെ മുമ്പിൽ പോയി അപ്പത്തിന് വേണ്ടി കെഞ്ചി നിൽക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ അർത്ഥം അഭിഷേകം ഡിവൈഡ് ചെയ്യപ്പെട്ടത് ദാവീദിന് മനസ്സിലായി. തനിക്കറിയാം, എന്റെ മേൽ രാജകീയ അഭിഷേകമുള്ളൂ, പുരോഹിതന്റെ ശുശ്രൂഷ ഞാൻ കയറി ചെയ്താൽ ശരിയാകുകയില്ല. ഉസിയാവ് നറുംപശയും ഗുൽഗുലു ഹൽബാന പശയും നിർമ്മല സാമ്പ്രാണി ഉപ്പും ചേർത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം ചേർത്തിണക്കിയ സുഗന്ധവർഗവുമായി പുരോഹിതൻ അന്തർമന്ദിരത്തിലേക്ക് പ്രവേശിച്ച് ധൂപം വീശി തുടങ്ങിയപ്പോ ഉസിയാവ് എന്ന രാജാവ് ഇവരെ തട്ടിമാറ്റിയിട്ട് ധൂപക്കുറ്റി കയ്യിലേക്ക് വാങ്ങിച്ചു.
ഒരു പൗരോഹിത്യ ശുശ്രൂഷ കയറി ചെയ്യാൻ താൻ ചെന്ന് കയറിയ ഉടനെ തന്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. കുഷ്ഠം പൊങ്ങുന്ന ഒരു മനുഷ്യൻ വാ മൂടണം. ശിരസിലൊന്നും വെക്കാൻ പറ്റുകയില്ല, അതിനർത്ഥം കിരീടം പോയി. വാ മൂടണം, സ്വന്തം വീട്ടിൽ പാർക്കാൻ പറ്റുകയില്ല, അതിന്റെ അർത്ഥം കൊട്ടാരം നഷ്ടപ്പെട്ടു. പാളയത്തിന് പുറത്തുപോയി താമസിക്കണം. കൊട്ടാരം നഷ്ടപ്പെട്ടു, തന്റെ തന്റെ കിരീടം നഷ്ടപ്പെട്ടു, രാജകീയ വസ്ത്രം അദ്ദേഹം വലിച്ചു കീറണം. കണ്ടോ, പൗരോഹിത്യ ശുശ്രൂഷ കയറി ചെയ്തപ്പോ നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ നഷ്ടപ്പെട്ടു പോയ 3 വിധ അഭിഷേകവും പിന്നീട് അത് ഒന്നിച്ചു വന്നത് യേശുവിലാണ്. അതുകൊണ്ടാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്, കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് യേശുവിനെ അഭിഷേകം ചെയ്തു. അപ്പോൾ ചോദ്യം, ആരാണ് കൂട്ടുകാർ? അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ആരാണ് കൂട്ടുകാർ? ശമൂവേലിന് ശേഷം യേശു വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും, ശമൂവേലിന് ശേഷം യേശു വരെയുള്ള മുഴുവൻ രാജാക്കന്മാരും, ശമൂവേലിന് ശേഷം യേശു വരെയുള്ള മുഴുവൻ പുരോഹിതന്മാരും, ഇവരാണ് കൂട്ടുകാർ. ഇവരിൽ പരമായി യേശുവിനെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അടുത്തത്, കർത്താവ് ശിരസാണ്, സഭയാണ് ശരീരം. ശിരസിൽ ഒഴുകുന്ന ഓയിൽ ശരീരത്തിലേക്ക് വ്യാപിക്കും. അങ്ങനെ ഞാനും നിങ്ങളും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമായി മാറി. രാജാവും പൗരോഹിത്യവും തമ്മിൽ രണ്ടായി, ഈ രണ്ട് അഭിഷേകം തമ്മിൽ രണ്ടായി പോയത് യേശുവിലൂടെ ഒന്നിച്ചു ചേർന്നു. ഈ 3 വിധ അഭിഷേകവും ഇന്ന് നമ്മുടെ മേൽ വ്യാപരിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ മേൽ രാജകീയ അഭിഷേകമുണ്ട്, പൗരോഹിത്യ അഭിഷേകമുണ്ട്, പ്രവചന അഭിഷേകമുണ്ട്. തെളിയിക്കട്ടെ നമ്മുടെ മേൽ അത് വ്യാപരിക്കുന്നുണ്ടെന്നുള്ളതിന് തെളിയിക്കാം. രാജകീയ അഭിഷേകം, ആത്മമണ്ഡലത്തിൽ ദൈവം നമ്മളെയാണ് രാജാവാക്കി നിർത്തിയിരിക്കുന്നത്. എങ്ങനെയാണെന്ന് പറയാം. ദൈവദാസന്മാർ വളരെ ശാന്തമായി ശുശ്രൂഷിക്കുന്ന കാണാം. പക്ഷെ ഒരു ഭൂതമൊക്കെ ഇളകുന്ന സമയം അവര് ഗർജിക്കുന്ന സിംഹത്തെ പോലെ ആയി മാറും. എന്നിട്ട് ആ നിൽക്കുന്ന ഈ അന്ധകാരത്തെ ഇവർ ആത്മാവി ശാസിക്കും. എന്ന് വെച്ചാൽ ഈ അന്ധകാരത്തെ ശാസിക്കാനുള്ള അധികാരം ദൈവം കൈമാറിയിരിക്കുന്നത് ആത്മമണ്ഡലത്തിലെ രാജാവ് ഈ മനുഷ്യൻ തന്നെയാണ്. കണ്ടോ? അപ്പോ ആത്മമണ്ഡലത്തിലെ രാജാവാക്കി തന്നെയാണ് ദൈവം നമ്മെ വെച്ചിരിക്കുന്നത്. കൂടളകി നിൽക്കുന്ന ഈ അന്ധകാരത്തെ ശാസിപ്പാനുള്ള ദൈവകൃപ നമ്മുടെ മേൽ ദൈവം കൈമാറിയിട്ടുണ്ട്. തീർന്നില്ല, പൗരോഹിത്യം, അത് വിശുദ്ധിയുടെ അഭിഷേകമാണ്. പാപം ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ വരുമ്പോഴേ തന്നെ അകത്തുനിന്ന് ദൈവാത്മാവ് ഇടപെടും, അരുതടാന്ന് പറയും. അങ്ങനെ പുറത്തുനിന്ന് ആരെങ്കിലും നമ്മളെ ഗൈഡ് ചെയ്യുന്നത് കൊണ്ടും ട്യൂഷൻ എടുക്കുന്നത് കൊണ്ടുമല്ല നമ്മൾ നിൽക്കുന്നത്. അകത്ത് അഭിഷേകം വ്യാപരിക്കുന്നത് കൊണ്ടാണ്. പൗരോഹിത്യ അഭിഷേകം അകത്ത് വ്യാപരിക്കുന്നത് കൊണ്ടാണ് പാപം ചെയ്യാതെ ജീവിക്കുന്നത്. ഏത് രാജ്യത്ത് പോയാലും, ഏത് സ്റ്റേറ്റിൽ പോയാലും, എവിടെ പോയാലും ദൈവകൃപയോട് കൂടി നിൽക്കുന്നതിന്റെ കാര്യം ആരുടെയും ട്യൂഷൻ കാരണമല്ല, അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകമാണ്. രണ്ടാമത്തെ കാര്യം, ഈ യോഗത്തിന് വന്നിരുന്നിട്ട് ചിന്നമ്മ കൈ കൊടുക്കാതെ പോകുമ്പോഴും വീട്ടിൽ പോയി ചിന്നമ്മയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? ഈ അഭിഷേകം ഉള്ളത് കൊണ്ടാണ്. അയൽവക്കത്തെ ശാന്തയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട കാര്യം എന്തായിരിക്കും? എന്തെങ്കിലും തന്നിട്ടാണോ? ഒന്നുമല്ല. ക്രിസ്റ്റോ പാസ്റ്റർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നാത്തിന്? ഇത് മധ്യസ്ഥതയുടെ അഭിഷേകമാണ്. ഇത് മധ്യസ്ഥതയുടെ അഭിഷേകമാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഈ ദിവസങ്ങളിൽ ഈ അഭിഷേകം അധികം നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. അടുത്തത് പ്രവചനാണ്. സത്യമായിട്ട് ദൈവമക്കളെ, നിങ്ങൾ ജീവിതത്തിൽ ചില പ്രത്യേക ജംഗ്ഷനുകളിൽ വന്ന് നിൽക്കുമ്പോൾ സാമച്ചൻ പുനലൂര് പറയാത്ത ദൂത് ദൈവം നിങ്ങളുടെ അകത്ത് തന്നിട്ടില്ലേ? അത് നമ്മൾ ജീവിതത്തിൽ പല തീരുമാനങ്ങൾ എടുത്തതും ഏതെങ്കിലും പ്രവാചകൻ പറഞ്ഞിട്ടല്ല. നിന്റെ അകത്തുനിന്ന് നീ അത് ചെയ്തോളാൻ ആത്മാവ് ഇടപെട്ടു. അതിന്റെ അർത്ഥം നിന്റെ അകത്തൊരു പ്രവചന ശുശ്രൂഷ വ്യാപരിക്കുന്നുണ്ട്. ഈ ആത്മാവിനകത്ത് ഇതുണ്ട് കേട്ടോ. നിന്നിലുള്ള കൃപാവർ എന്ന് പറയുന്നതിന്റെ കാര്യം അവിടെയാണ്. ജ്വലിപ്പിക്കണം ഈ ദിവസങ്ങളിൽ, ആത്മാവിൽ അതിനെ കത്തിപ്പിടിപ്പിക്കണം. ഇതാണ്
വേദപുസ്തകത്തിന്റെ അഭിഷേകത്തിന്റെ ഹിസ്റ്ററി ഞാൻ വളരെ വളരെ ഇതായിട്ട് മാത്രം തുറക്കാറുള്ള ഒരു സാധനമാണ്. നിങ്ങൾക്ക് ബുക്കുകളിൽ നിന്ന് അത് കിട്ടുകയില്ല. അത് ദൈവം നൽകിയ റെവലേഷനാണ്. അതുകൊണ്ട് അതൊരു സ്പെഷ്യൽ സാധനമാണ്. അതങ്ങനെ ഇരിക്കട്ടെ. ദൈവത്തിന് വിഷമമായി, ദൈവത്തിന് വിഷമമായി, ശമൂവേലിനും വിഷമമായി. പക്ഷെ ദൈവം അരുളി ചെയ്തു, അവർ പറഞ്ഞതല്ലേ വാഴിക്കുക, ഡിവാർഡ് ചെയ്യപ്പെടട്ടെ എന്ന് തന്നെ ദൈവം വിചാരിച്ചു. പിറ്റേ ദിവസം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ അരുളപ്പാട്, നിന്റെ അരികിലേക്ക് ഒരുവൻ വരും, തോൾ മുതൽ പൊക്കമുള്ളവനാണ്, അവനെ ഇസ്രായേലിന്റെ രാജാവായി നീ അഭിഷേകം ചെയ്യും. ആ സമയത്ത് കീശ് എന്ന് പറയുന്ന മനുഷ്യന് അദ്ദേഹത്തിന്റെ കഴുതുകൾ കാണാതെ പോയി. മകനെയും വൃത്തിനെയും ഒക്കെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. ഷാലിസ് ദേശവും സൂഫ് ദേശവും കഴിഞ്ഞ് തിരിച്ചു പോരേണ്ടതിന് ഇവർ പാക്കുമ്പോൾ നമുക്ക് പോയേക്കാം, തിരിച്ചു പോയേക്കാം. അപ്പോ കൂടെ നിന്ന ഭൃത്യൻ പറഞ്ഞു, ഇവിടെ ഒരു ദർശകനുണ്ട്, ഒന്ന് ചോദിച്ചിട്ട് പോകാം. പ്രവാചകൻ എന്തൊക്കെ കാര്യത്തെ ദൂത് പറയും, നിന്റെ വീട്ടിലെ കഴുതയെ കുറിച്ച് വരെ ദൂത് പറയും. അതിന്റെ ആവശ്യമുണ്ടോ? പ്രവാചകൻ അത് പറയേണ്ട ആവശ്യമുണ്ടോ? ഇത് പറയും, എന്തും പറയും. അത്രേ ഉള്ളൂ. നിന്റെ വീട്ടിലെ കഴുതയെക്കുറിച്ച് ദൂത് കേൾക്കാൻ പോകാം. എവിടെ എവിടെ ഉണ്ടെന്ന് ദൂത് കേൾക്കാം. അങ്ങനെയുള്ള പ്രവാചകന്മാർ ഇനി വരണം, രംഗത്ത് വരണം. പ്രവചന ശുശ്രൂഷയുടെ ആ ഒരു തലങ്ങളിലോട്ട് എന്ത് അല്ലേ, മാല കാണാതെ പോയി കരഞ്ഞിരിക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് കിടപ്പുണ്ടെന്ന് പറയുന്ന സാധനം പറയണം. അല്ലേ, പലർക്കും ടെൻഷൻ ഇല്ലാത്ത കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ പ്രവചന ശുശ്രൂഷയുടെ ആഴങ്ങൾ വെളിപ്പെടണം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം അത് കൈമാറും. കഴുതയെക്കുറിച്ച് ചോദിക്കാം, പ്രവാചകനോട് ചോദിക്കാന്ന് പറയാനുള്ള ധൈര്യം അതാ. നേരെ ചെന്ന് ശമൂവേലിന്റെ അരികിൽ ചെന്നു. ശമൂവേൽ പറഞ്ഞു, ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്കാം. ഇങ്ങനെ പറഞ്ഞ് ഇവന്റെ ശിരസിലേക്ക് അഭിഷേകത്തിന്റെ തൈലം തളിച്ചു. ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായി ശൗലിനെ അഭിഷേകം ചെയ്തു. അഭിഷേക തൈലം തലേ വീണ് ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവാക്കി തന്നെ മാറ്റി. ശരിക്കും ഞാൻ പറഞ്ഞ കാരണത്താൽ, ശ്രദ്ധിച്ചിരുന്നോണം, ഞാൻ പറഞ്ഞ കാരണത്താൽ പൗരോഹിത്യ ശുശ്രൂഷ തന്റെ മേൽ വ്യാപരിക്കുന്നില്ലെന്ന് കണ്ടിട്ടും അത് കയറി ചെയ്യാൻ മനസ്സ് വെച്ചപ്പോ ഇവന്റെ തൊപ്പി തെറിച്ചു. രണ്ടാമതൊരു രാജാവിനെ വാഴിക്കാൻ ദൈവം പ്ലാൻ ചെയ്തു. അങ്ങനെ രണ്ടാമതൊരു രാജാവിനെ വാഴിച്ചതാണ് ഇസ്രായേലിന്റെ മധുരഗായകനായിരിക്കുന്ന ദാവീദ്. ഇന്ന് പകല് ഞാൻ പകല് കേട്ടു, അല്ലെ, നമ്മളൊക്കെ വർഷിപ്പ് ചെയ്യുമ്പോൾ 10 പേര് ഫ്രണ്ടിൽ ഇരുന്ന് കൈ ഉയർത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ വർഷിപ്പ് വരത്തുള്ളൂ. പുള്ളി ഒറ്റയ്ക്കിരുന്ന് വർഷിപ്പ് ചെയ്യുകയാണ്. എന്റെ ചോദ്യം, കാട്ടിൽ ആരാണോ ഉള്ളത്? നിനക്ക് സ്വോത്രം പറയിപ്പിക്കാൻ ആരാണോ? കൈ ഉയർത്തി ഹല്ലേലൂയ പറയാ, ആരാ ഉള്ളത്? ആരുമില്ല. ഉടനെ അവൻ പറയും, ഞാൻ ആരാധിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെയാണ്. ഞാൻ ആരാധിപ്പിക്കുന്നവനല്ല, ഞാൻ ആരാധിക്കുന്നവനാണ്. ഈ ദിവസങ്ങളിൽ നാം ആരാധിക്കുന്നവരായി മാറുക. ആരാധിപ്പിക്കുന്നതിനെ വിട്ടിട്ട് ആരാധിക്കുന്നവരായി മാറുക. ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ നടക്കുന്നയാളാണ്. ആരുമില്ലാത്തപ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ മനസ്സ് വെച്ചവൻ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഉസ്ലാംപെട്ടിയിൽ കർത്താവിന്റെ വേല, ഉസ്ലാംപെട്ടി തമിഴ്നാട് മധുര ഡിസ്ട്രിക്റ്റിൽ എഴുമല എന്ന് പറയുന്ന സ്ഥലത്തും കർത്താവിന്റെ വേല ചെയ്തു. ഒരു 3-3.5 വർഷങ്ങൾ അവിടെ, ഇവിടെ നിന്ന് ഞാൻ ബൈക്ക് ഓടിച്ചു പോയാണ് അവിടെ വേല ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ഈ വേലയ്ക്ക് വേണ്ടി അവിടെ പോകുമ്പോൾ ഒരിക്കൽ ഉസ്ലാംപെട്ടി ടൗണിൽ വെച്ച് നടക്കുന്ന ഒരു മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്തു. അവിടുത്തെ ആ മീറ്റിംഗിന്റെ പ്രത്യേകത നിങ്ങൾ കേൾക്കണോ? സ്തുതി ആരാധന. അതായിരുന്നു ആ മീറ്റിംഗിന്റെ പ്രത്യേകത. ഇന്നും തമിഴ്നാട്ടിൽ അങ്ങനെ മീറ്റിംഗ് ഉണ്ട്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ആരാധന മാത്രം. 7 ദിവസം 7 വർഷിപ്പ് ലീഡേഴ്സിനെ വിളിച്ചു വരുത്തും. പ്രസംഗമില്ല, വേറെ ഒരു പരിപാടിയില്ല. ഇവർക്ക് എന്തെങ്കിലും വചനം പറയണമെങ്കിൽ പറയാം, ഇവർക്കൊരു അനുഭവം പറയണമെങ്കിൽ പറയാം, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ 3 മണിക്കൂർ ആരാധനയാണ്. സ്തുതി ആരാധന എന്നാണ് ആ മീറ്റിംഗിന്റെ പേര്. ഞാൻ അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ ഇടയ്ക്ക് ചെയ്യും. ഒരിക്കൽ ഞാൻ ഓൾ നൈറ്റ് പ്രസംഗം എന്ന് പറഞ്ഞൊരു മീറ്റിംഗ് നടക്കും. ഓൾ നൈറ്റ് പ്രസംഗം.
ആൾക്കാർ ചോദിച്ചെടാ ഓൺലൈറ്റ് പ്രാർത്ഥനയെന്ന് കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണല്ലോ ഓൺലൈറ്റ് പ്രസംഗം എന്ന് കേൾക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവവചനത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ആ വാക്യം എടുത്ത് മേളിലോട്ട് കയറ്റി വെച്ച് മീറ്റിംഗ് പബ്ലിഷ് ചെയ്തു. 5 ദിവസം 5 ദിവസം 5 ശുശ്രൂഷകരെ, സോറി 5 രാത്രിയിൽ 5 പ്രസംഗകരെ ഞാൻ വിളിച്ചു വരും. 5 പ്രസംഗകരെ വിളിച്ച് 1.5 മണിക്കൂർ വെച്ച് ഇവർക്ക് പ്രസംഗിക്കാൻ സമയം കൊടുത്തു. ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ട് ഫുഡ് കഴിക്കാൻ 2 സമയത്ത് ഇവർക്ക് സ്നാക്സും കൊടുത്തു. രാത്രി ചായയും. വെളുപ്പിനെ 5 മണി കൊണ്ട് പ്രസംഗം തീരുക. ഒരാൾ പ്രസംഗിച്ചിട്ട് താഴെ ഇരിക്കും, അടുത്ത ആൾ കയറി പ്രസംഗിക്കും. ഇതായിരുന്നു 5. ഇത്രയും പവറുള്ള ഒരു രാത്രി മീറ്റിംഗ് ഞാൻ കൂടിയിട്ടില്ല. എന്നതായി പറയുന്നത്, ഫുൾ പവർ, ഭയങ്കര. അതാരാ എന്റെ കൂടെ പ്രസംഗിക്കുന്നത്? ഓക്കെ. അറിയാതെ ഓപ്പണായപ്പോ അതാ തോന്നുന്നു. ഓക്കെ, തിരിച്ചു വരാം. അന്ന് 3-ാമത്തെ ദിവസം അവിടെ ആ സ്തുതി ആരാധന നടക്കുമ്പോൾ ഒരു ദൈവ മനുഷ്യൻ വർഷിപ്പ് ലീഡ് ചെയ്യാൻ വേണ്ടി വന്നു. ഈ ദൈവ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു സാക്ഷ്യം പറഞ്ഞ സാക്ഷ്യം ഇതാണ്. ഈ പാസ്റ്റർമാരാണെങ്കിൽ അവർക്ക് പ്രോഗ്രാം ഉണ്ട്. പ്രോഗ്രാം ഇല്ലെങ്കിൽ തന്നെ അദ്ദേഹം പറയുന്ന ഇതനുസരിച്ച് ചോദിച്ച് അദ്ദേഹം വന്ന് പറഞ്ഞത് എങ്ങനെയാണ്, ഇവർക്കൊക്കെ എവിടെയെങ്കിലും പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ ഒരു 100 രൂപ കൊടുക്കും. വർഷിപ്പ് ലീഡേഴ്സ് എന്ത് ചെയ്യും? അവര് എന്ത് ചെയ്യും? അപ്പോ ഇദ്ദേഹം ഇങ്ങനെ ഡയറി എടുത്ത് നോക്കിയപ്പോ അതിനകത്ത് ഈ പറഞ്ഞ പോലെ മീറ്റിംഗ് ഒന്നുമില്ല. ഇദ്ദേഹം ഇങ്ങനെ ഡയറി ഇങ്ങനെ മൊത്തം മറിച്ചു നോക്കിയിട്ട് മീറ്റിംഗ് ഒന്നും കാണുന്നില്ല. അപ്പോ ഇദ്ദേഹം പതുക്കെ വീട്ടിൽ പട്ടിണി കയറി തുടങ്ങി. പലതും ഇല്ലാതെയായി തുടങ്ങി. ഈ മനുഷ്യൻ ഡയറി എടുത്ത് നോക്കിയിട്ട് പ്രോഗ്രാം ഒന്നും വന്നിട്ടുമില്ല. ഒരു ദിവസം ഗിറ്റാർ എടുത്ത് വെച്ച് ഇദ്ദേഹം ഹാളിലിരുന്ന് പാടിത്തുടങ്ങി. വീട്ടുകാരെല്ലാം കിടന്നുറങ്ങുന്ന സമയം ഈ മനുഷ്യൻ ഗിറ്റാർ എടുത്ത് വെച്ച് ഇങ്ങനെ പാട്ടുപാടി തുടങ്ങി. പാട്ടുപാടി സമയം പോയത് അറിഞ്ഞില്ല. രാവിലെ വരെ ഈ മനുഷ്യൻ പാടുകയും കരയുകയും ആത്മാവിൽ ആരാധിക്കുകയും ചെയ്തു. ആരും അറിഞ്ഞില്ല. പതുക്കെ ശാന്തമായിട്ടിരിക്കുന്നു, പുള്ളി പാടുന്നു. സമയം പോയത് ഈ മനുഷ്യൻ അറിയുന്നില്ല. 6 മണിയായി. ഇങ്ങനെ ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പ്രാർത്ഥിച്ച് ചില സമയത്ത് രാവിലെ ആയി പോകും. എപ്പോഴും ഇല്ല, ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. വചനം ധ്യാനിച്ച് രാവിലെ ആയി പോകും ചിലപ്പോൾ. അറിയുകയില്ല, എപ്പോഴും ഇല്ല, അത് ചില സമയത്ത്. ആ മനുഷ്യന്റെ ആ ഒരു സങ്കടത്തിന്റെ നടുവിൽ പുള്ളി കണ്ണടച്ച് ആത്മാവി സ്തോത്രം ചെയ്ത് എഴുന്നേറ്റ് നിന്ന് നടന്ന് ഗിറ്റാർ വായിച്ച് ഇങ്ങനെ ഇരുന്നു. 6 മണിയായപ്പോ, രാവിലെ 6 മണിയായപ്പം ഡോറിലൊരു മുട്ട് കേട്ടു. ധാരാളെന്നറിയേണ്ടതിന് കതക് തുറന്ന് നോക്കിയപ്പം നല്ല പരിചയമുള്ള ഒരു ദൈവദാസന. ആഹാ, പാസ്റ്ററോ, കയറി വരാൻ പറഞ്ഞു. പാസ്റ്റർ കയറി വന്നോടെ സാധാരണ പറയുന്നത് പോലെ, എടിയേ ചായ എടുത്തോ കേട്ടോ, പാസ്റ്റർ വന്നിട്ടുണ്ട്. സാധാരണ പറയുന്നത് പോലെ പറഞ്ഞ ഈ പാസ്റ്റർ പറഞ്ഞു, അതെങ്ങനെ നിനക്ക് ചായ എടുക്കാൻ പറ്റും? പഞ്ചസാര എന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. ഈ വീട്ടിൽ സാധനങ്ങളൊന്നും ഇല്ലെന്നറിഞ്ഞിട്ട് പൊതിയും കെട്ടി വന്നിരിക്കുന്ന ദൈവദാസന്റെ മുമ്പിലാ നാടകം. എടി ചായ എടുത്തോന്ന്. ഇതൊന്നും അല്ല വിഷയം. അതിന് അദ്ദേഹം കൊടുത്തൊരു ഡെഫിനിഷൻ ഉണ്ട്. മരിച്ചാലും ഞാൻ മറക്കുകയില്ല. അദ്ദേഹം കൊടുത്ത ഡെഫിനേഷൻ ഇതാണ്: രാത്രി മുഴുവൻ ആരാധിക്കുന്നവന്റെ പഞ്ചസാര പാത്രവും കാണുന്ന ഒരു ദൈവമുണ്ട്. അന്ന് ആ മനുഷ്യൻ പറഞ്ഞ വേർഡാണ് അതാ ഞാൻ പറഞ്ഞ, എന്നെ കൊന്നാലും ഞാൻ മറക്കുകയല്ലെന്ന്. ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്: ആരാധിക്കുന്നവന്റെ പഞ്ചസാര പാത്രവും കാണുന്ന ഒരു ദൈവമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിന്റെ സകലവിധ ആവശ്യങ്ങളും അറിയാവുന്ന ഒരു ദൈവത്തെയാണ് നീ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. തകർന്നു പോകാൻ അനുവദിക്കുകയല്ല, നശിച്ചു പോകാൻ സമ്മതിക്കുകയല്ല. നിനക്ക് വേണ്ടത് മുഴുവൻ നൽകിത്തരാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഒറ്റയ്ക്കിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദാവീദിനെ ദൈവം വിളിച്ചു വരുത്തി. എന്തിനാ? ദേശത്തെ രാജാവാകേണ്ടത്. ചേട്ടന്മാരെ ഓരോരുത്തരെ വിളിച്ച്, മൂത്തവനെ ഏലിയാവിനെ വിളിച്ചു വരുത്തി, ഷമ്മയെ വിളിച്ചു വരുത്തി, അഭിനാദാവിനെ വിളിച്ചു വരുത്തി. ചേട്ടന്മാരെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ദാവീദിന്റെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുക. പണ്ട് അപ്പൻ ഇതുപോലെ തന്നെയാ ദാവീദിനെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഓരോരുത്തരെ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോ, ഇല്ല അവൻ പട്ടാളത്തിൽ, അവനെ മാറ്റിയേക്ക്. മറ്റവനും പട്ടാളത്തിൽ, അവനെ മാറ്റിയേ. ഇല്ല അവനും പട്ടാളത്തിൽ, അവനെ മാറ്റിയേ. അങ്ങനെ ഓരോരുത്തരെയൊക്കെ മാറ്റി ലാസ്റ്റ് വന്നപ്പം ദാവീദുണ്ട്. എന്നാ പിന്നെ അവനെ എന്ത് ചെയ്തേക്കാം,
കാട്ടിലോട്ട് പറഞ്ഞു വിട്ടെ. നീ എങ്ങനെ സെലക്ട് ചെയ്ത് പറഞ്ഞു വിട്ടോ അതുപോലെ സെലക്ട് ചെയ്തിട്ട് മുമ്പിലോട്ട് കൊണ്ടുവന്നു മാറ്റി നിർത്തി. ഓരോരുത്തരെ മാറ്റി നിർത്തി. ഇപ്പൊ പണ്ട് അപ്പൻ തെരഞ്ഞെടുത്തപ്പോ ഇവൻ ലാസ്റ്റായി. കൊള്ളാം. ഇപ്പൊ ചെറുക്കൻ ഫസ്റ്റായി. വന്ന് ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ ശിരസിലേക്ക് അഭിഷേകത്തിന്റെ തൈലം ഒഴിച്ച് ഇസ്രയേലിന്റെ രണ്ടാമത്തെ രാജാവായി അഭിഷേകം ചെയ്തു. ഇനി നിങ്ങൾ ഇന്നത്തെ എന്റെ മെസ്സേജ് നിങ്ങൾ കേൾക്കും. എന്റെ കുറുവാക്യം ഇങ്ങനെയാണ്: അവൻ എളിയവനെ കുപ്പയിൽ നിന്നും ദരിദ്രനെ പൊടിയിൽ നിന്നും ഉയർത്തി രാജാക്കന്മാരോട് കൂടെ ഇരുത്തും. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ ആ വാക്യം പ്രിൻസസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനർത്ഥം രാജാക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ഒരു ദൈവം. പണ്ട് അമ്മച്ചി പാലുകൂടി മാറിയ കൊച്ചിനെയുമായി ആലയത്തിൽ കൊണ്ടുവന്ന് കൊച്ചിനെ ആലയത്തിന്റെ അകത്തേക്ക് തള്ളിക്കയറ്റിയിട്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ് എളിയവരെ കുപ്പയിൽ നിന്നും ദരിദ്രരുടെ പൊടിയിൽ നിന്നും ഉയർത്തി രാജാക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ഒരു ദൈവം. ഇസ്രയേലിന്റെ ഒന്നാമത്തെ രാജാവ് ശൗലിനെ വാഴിച്ചത് ശമൂവേലാണ്. ഞാൻ പറഞ്ഞ കാരണത്താൽ ദൈവകൃപയിൽ നിന്ന് പോയപ്പോൾ ഇസ്രയേലിന്റെ രണ്ടാമത്തെ രാജാവ് ദാവീദിനെ വാഴിച്ചതും ശമൂവേലാണ്. അമ്മച്ചിയുടെ പ്രാർത്ഥന ഇതാണ്: എളിയവരെ കുപ്പയിൽ നിന്നും ദരിദ്രരുടെ പൊടിയിൽ നിന്നും ഉയർത്തി രാജാക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ഒരു ദൈവം. ഏകവചനത്തിന്റെ പ്രാർത്ഥനയല്ലായിരുന്നു, ബഹുവചനത്തിന്റെ പ്രാർത്ഥനയായിരുന്നു. കേൾക്കണം. രാജാക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പ്രാർത്ഥിച്ച അമ്മച്ചി ചെറുക്കനെ ആലയത്തിൽ തള്ളിവിട്ടിട്ട് വീട്ടിലേക്ക് പോയി. ഇന്ന് ഹന്ന ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്: അമ്മച്ചിയുടെ പ്രാർത്ഥന മരിച്ചിട്ടില്ല. കാലം ചിലത് കഴിഞ്ഞപ്പോ ആ സ്ഥലത്ത് കൊണ്ടുവന്ന് തമ്പുരാൻ പ്ലേസ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ കാലം ചിലത് കഴിഞ്ഞപ്പം നാട്ടിൽ ഒരു രാജാവ് വേണമെങ്കിൽ പ്രാർത്ഥിച്ച അമ്മച്ചിയുടെ മകൻ വരണം. അതിനർത്ഥം രാജാക്കന്മാരുടെ ചെയറിന്റെ മുകളിൽ ആ സാധു സ്ത്രീയുടെ മകന്റെ ചെയറെടുത്ത് തമ്പുരാൻ ഇട്ടു. ലോർഡ് ജീസസ്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഇനി എന്റെ മെസ്സേജ് കേട്ടോണം. ഒരു നോർമൽ പ്രെയർ അല്ലായിരുന്നു അമ്മച്ചിയുടെ പ്രെയർ പ്രൊഫറ്റിക് ലെവലായിരുന്നു. പ്രൊഫറ്റിക് പ്രെയർ. സാധാരണ പ്രാർത്ഥനയുണ്ട്, പ്രവചനാത്മാവിലുള്ള പ്രാർത്ഥനയുണ്ട്. ഇത് പ്രൊഫറ്റിക് ലെവലിലാണ് പ്രാർത്ഥന. എന്താണെന്നറിയോ? അമ്മച്ചി നിൽക്കുന്നത് ന്യായാധിപന്മാരുടെ കാലത്താണ്. രാജാക്കന്മാരെന്ന് പറയുന്ന ഒരു ഭാഗം അമ്മച്ചി ചിന്തിച്ചിട്ട് പോലുമില്ല. കേൾക്കുന്നുണ്ടോ? രാജാക്കന്മാരില്ലാത്ത കാലത്ത് ഇല്ലാത്ത രാജാക്കന്മാരുടെ പേര് പറഞ്ഞ് അമ്മച്ചി പ്രാർത്ഥിക്കുകയാണ് പ്രൊഫറ്റിക് പ്രയർ. രാജാക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ഒരു ദൈവം. രാജാവില്ലാത്ത കാലം, ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന കാലം. അമ്മച്ചി പ്രാർത്ഥിക്കുന്നത് കണ്ണുകൊണ്ട് കാണുന്ന ഏതെങ്കിലും വിഷയമല്ല, ആത്മാവിൽ കണ്ടുള്ള പ്രാർത്ഥനയാണ്. ഇല്ലാത്ത കാലഘട്ടത്തെ ആത്മാവിൽ കണ്ട് പ്രാർത്ഥിക്കാൻ ഒരു പ്രൊഫറ്റിക് അനോയിന്റിങ് നിന്റെ പ്രാർത്ഥനയിലും ദൈവം കൈമാറാൻ പോകുകയാണ്. അമ്മച്ചി എന്ത് പ്രാർത്ഥിച്ചോ സമയമെത്തിയപ്പോ തലമുറയുടെ ശിരസിന്റെ മുകളിലേക്ക് ദൈവം അത് കൊണ്ടുവച്ചു. രാജാക്കന്മാരുടെ കൂടെ ഇരുത്തി ദൈവം അവനെ മാനിച്ചു. നിന്റെ പ്രാർത്ഥനയും ദൈവസന്നിധി വന്നതും ആത്മാവിൽ ആരാധിക്കുന്നതും വൃഥാവല്ലെന്ന് സർവശക്തിയുള്ള ദൈവം ഈ ദിവസങ്ങളിൽ തെളിയിക്കും. ഇന്നലകളിൽ പ്രാർത്ഥിച്ചതിനൊക്കെ മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, എൻ്റെ അകത്ത് ഇതുപോലെ ഫീലുള്ള ഒരു മെസ്സേജ്. കാലം എത്ര കഴിഞ്ഞാലും പ്രാർത്ഥിച്ചത് വെറുതെയല്ലെന്ന് സർവശക്തിയുള്ള ദൈവം നിന്നെ തെളിയിക്കും. ഏത് ലെവലിൽ എത്തിക്കണമെന്ന് ദൈവത്തിന് അറിയാം. സാധാരണ ലെവലിലുള്ള പ്രാർത്ഥനകൾ മാറ്റിവെച്ച് പ്രൊഫറ്റിക് ലെവലിലേക്ക് ഇല്ലാത്ത കാലഘട്ടങ്ങളെ ആത്മാവിൽ കണ്ട് പ്രാർത്ഥിക്കാൻ ദൈവം ഒരു വിശേഷപ്പെട്ട അഭിഷേകം നിന്റെ മേൽ കൈമാറും. ദൈവം നിന്നെ ആദരിക്കും. എത്ര പേർക്ക് ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ കഴിയും? അമ്മച്ചി മരിച്ചാലും പ്രാർത്ഥന മരിക്കുകയില്ല.
മരണമില്ലാത്ത പ്രാർത്ഥനകൾ, ഇങ്ങനെയുള്ള ചില അഭിഷേകമൊക്കെ ദൈവാത്മാവ് ചിലരുടെ ശിരസിൽ വെക്കും. जात के करेश माहजियादी वर्धनारग शमान दियात्मनारगसी अंदर जगखनारग शमान आत की करे जाने हसियारी अच्छे न प्रवेश समझा दान था लियात की करे शाजवल बना होगा सयाद अलेन शाद नसियाद दिरा धने शमन अजियादी वर्धनारग शमानക ആത്മാവിസ്തോത്രം ചെയ്യാൻ കഴിയുന്നവർ നിങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്തിരുന്ന് വളരെ ശാന്തമായ ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ മതി. എന്റെ ഭാഷയ്ക്കകത്തേക്ക് ദൈവം ഒരു അഭിഷേകം കൈമാറാൻ. സിമാൻ ധരേദിദ ദാച്ച് की करेश में हलायस्तु मनाशेधा वसनदी याद के गिरा अदल जंदना रगशी आदल कराधाना बुबल्ल यांधने वसियादल परोश बिहाजल करे दिनारा दुरवजसियारग शादल वर्धन रगसियाथा दिबंधना रगसियाद दिलान शेध वसन चस्तनदियाना लाच की कले बनेशियास मंधाना रहसियारग शबाल धरानिय शमना रहसियादल वैशसी प्रवचन रगद കൃപ വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. രാജകീയ അഭിഷേകം ശിരസിൽ വഹിക്കുന്നവനാണ് നീ. പൗരോഹിത്യ അഭിഷേകത്തെ വഹിക്കുന്നവനാണ് നീ. ശക്തമേറിയ അനോയിന്റിംഗ് വഹിക്കുന്നവനാണ് നീ. ധീർദ വൈശ്യസ്തന ജഗസിയാരഗശബാനാര. കൃപ വ്യാപരിക്കുന്നതിന് നന്ദി, സാന്നിധ്യം വ്യാപരിക്കുന്നതിന് നന്ദി. വചനങ്ങൾ കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലലാന ഹശ്യന ഹസിയാൻ ധരാന ഹോഷെ ഹലിയ സഞ്ച ധീർദ വജസി അധരി ശബാല വൈശ്യ പ്രവചന രഹദാൻ ധാദ്മാൻ ബരേഷേ ദാസിയാബൽ പ്രഭാൻ ധരേഷി അകൽ വൈശ്യസ്. ഹോ കർത്താവെ, മുറികൾക്കകത്ത് ദൈവാത്മാവിന്റെ മഹത്വം വെളിപ്പെട്ടതിനായി നന്ദി. നിന്റെ മക്കൾ ഇരിക്കുന്ന മുറിക്കകത്ത് ദൈവശക്തി വ്യാപരിച്ചതിന് നന്ദി. ശബല പ്രവചന രഹസ്യാരക लगनिया शमन हम दसी हम धरजी बना रगे शबन प्रभजन रगदना अल्लधेन बान धरे शिदान धरे नियात लियात करे बिलान गोशे हम अजियादी वर्धे देना याफतले नहास चतना वी अबल प्रभजगन दिया दुराल वैशे प्रवेशिमान धरे शियादल कमानदार दिबर्धना रगे शमदर जगमन रहस्यादंदा लाल बरोशी अमन हो हसियारगे शमदल वॉइस. ദൈവകൃപയ്ക്ക് നന്ദി, സാന്നിധ്യത്തിന് നന്ദി, കൃപയ്ക്ക് നന്ദി. കർത്താവേ, ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യും. ദൈവദാസന്മാരെ ഞാൻ ബ്ലസ് ചെയ്യും. ആത്മശക്തി കൊണ്ടും അസാധാരണമായ ശുശ്രൂഷയുടെ ലെവലുകളും നിന്റെ മക്കളെ ആദരിക്കുന്നതിന് ഇവരുടെ അരികിലുള്ളവർ, ഇവരുടെ ദൂരത്തുള്ളവർ, ഇവരുടെ സ്വദേശത്തുള്ളവർ, ഇവരുടെ വിദേശത്തുള്ളവർ, പിതാവ്, മാതാവ്, സഹോദരങ്ങൾ, ഇവരുടെ ഹസ്ബൻഡ്, ഇവരുടെ വൈഫ്, ഇവരുടെ കുഞ്ഞുങ്ങൾ, സകലരുടെ മേലും ദൈവശക്തി വ്യാപരിക്കണം. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. വചനങ്ങൾ കൊണ്ട് ദൈവം ഇവരെ അനുഗ്രഹിക്കും. യേശുവിൻ നാമം. കർത്താവിന്റെ ദാസനെ ഒരുപാട് നന്ദി. പ്രൈസ് ലോർഡ്. ദൈവദാസന്മാരോട് നന്ദി അറിയിക്കുന്നു. അനൂപ്, പ്രൈസ് ലോർഡ്. എല്ലാവർക്കും നന്ദി. പ്രൈസ് ഗാഡ്. സന്തോഷമുള്ളവർ കർത്താവിനെ കരങ്ങൾ ഉയർത്തി ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്യാമോ? How many of you really happy
to receive from the Lord. കർത്താവിൽ നിന്ന് പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇന്ന് രാത്രി കാലം കർത്താവിന്റെ അഭിഷക്തനെ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ശക്തമായി തൻ്റെ മേൽ കൊടുത്തിരിക്കുന്ന അഭിഷേകത്തിനകത്ത് ഉപയോഗിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവാത്മാവിന്റെ സാന്നിധ്യം എക്സ്പീരിയൻസ് ചെയ്തവർ എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. Hallelujah. Hallelujah. If you really experience the presence of God through the man of God, കർത്താവ് ഇന്ന് രാത്രി ചില പ്രാർത്ഥനകൾക്ക് ആൻസറുമായി ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ കർത്താവ് തന്റെ അഭിഷക്തനെ നമ്മുടെ ഇടയിൽ അയച്ചതിനാൽ ആദരങ്ങളെ തുറന്ന് നന്ദി പറഞ്ഞാട്ടെ. We get a time to share with the man of God. ദൈവരാജ്യത്തിനകത്ത് കർത്താവ് ശക്തമായി ഈ നാളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ അഭിഷക്തൻ ആമേൻ നമ്മൾ വിളിച്ചപ്പോൾ തന്നെ വന്ന് ആമേൻ ശക്തമായ ഒരു പ്രൊഫറ്റിക്കൽ മൂവ് തന്റെ മേൽ കടന്നിരിക്കുന്നത് എനിക്കറിയാം. എനിക്ക് ഇതിനകത്ത് അനുഭവിക്കാൻ കഴിഞ്ഞു. ഇത്ര പേര് നിങ്ങളുടെ ഭവനത്തിൽ അന്തരീക്ഷത്തിനകത്ത് അത് അനുഭവിച്ചു. ഇന്ന് രാത്രി ഈ നവംബർ മാസം ഞാൻ ചിലരോട് വിളിച്ചു പറയുകയാണ്, ആമേൻ, ദൈവം നിങ്ങളെ ചില ചെയറുകൾ ഇന്നലെ പറഞ്ഞതുപോലെ ചില ഷിഫ്റ്റിങ്ങുകൾ സംഭവിക്കുകയാണ്. ചില ചെയറുകൾ നിങ്ങളുടെ ലൈഫിനകത്തേക്ക് ദൈവം തരികയാണ്. ചില പൊസിഷനുകൾ തരികയാണ്. നഷ്ടപ്പെട്ട സീസണുകൾക്ക് പകരമായി യോവേൽ പ്രവചനത്തിൽ പറഞ്ഞതുപോലെ തുള്ളനും വെട്ടിക്കിളിയും ഒക്കെ തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ ഓർത്തിരിക്കുന്ന കാലഘട്ടം മാറാൻ പോവുകയാണ്. ഇത് പരിശുദ്ധാത്മാവിൽ നിറയുന്നൊരു ടൈം വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഹന്നയുടെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എലിസബത്തിന്റെ കാത്തിരിപ്പിനൊരു മറുപടി ഉണ്ട്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? കാത്തിരിപ്പുകൾക്ക്, പ്രാർത്ഥനകൾക്ക്, വെയിറ്റിംഗ് ടൈമുകൾക്ക്, ദർശനങ്ങൾക്ക് ഒരവധിയുണ്ട്. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മേൽ അങ്ങനെ ആ കർത്താവിന്റെ അഭിഷക്തൻ പറഞ്ഞ ആ വാക്കിനെ ഞാൻ റിലീസ് ചെയ്യുകയാണ്. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്നും നിവർത്തി നിർത്തുന്നു. നിവർത്തുന്നു. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്നും നിവർത്തുന്നു. അഗതിയെ കുപ്പയിൽ നിന്നും ഉയർത്തുന്നു. പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ആത്മസാന്നിധ്യം നിങ്ങൾ അനുഭവിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന കുടുംബങ്ങളുടെ മേൽ, കണക്ട് ചെയ്തവരുടെ മേല് കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടേണ്ടതിനായി കർത്താവിന്റെ വചനം പറഞ്ഞ കർത്താവിന്റെ അഭിഷക്തനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു മാൻ ഓഫ് ഗാഡ്. ഇന്ന് രാത്രി കാലം നിങ്ങളിലൂടെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് പറഞ്ഞ ഈച്ച് ആൻഡ് എവറി വേർഡ് ഐ ബിലീവ് ദാറ്റ് ഈസ് എ പ്രൊഫറ്റിക്കൽ വേർഡ്. ദാറ്റ് ഈസ് എ പ്രൊഫറ്റിക്കൽ വേർഡ്. ഇന്ന് രാത്രി ഈ വാക്ക് വിശ്വസിക്കുന്നവരുടെ മേല് ദൈവത്തിന്റെ വചനം നദി പോലെ the river is started to overflow from you. നിങ്ങളൊന്നും അത് ചലിക്കാൻ തുടങ്ങും. വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇന്നത്തെ ഈ രാത്രിയിലെ ഈ മീറ്റിങ്ങിനെ പ്രാർത്ഥിച്ച് ആശീർവാദം പറയാനായിട്ട് കർത്താവിന്റെ അഭിഷക്തൻ ആമേൻ പാസ്റ്റർ അനൂപ് വിജയൻ പാസ്റ്ററിനെ ഞാൻ വിളിക്കുകയാണ്. കർത്താവിന്റെ അഭിഷക്തൻ പ്രാർത്ഥിച്ച് ഈ മീറ്റിങ്ങിനെ ആശീർവാദം പറയും. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദാരഗസ്മനാ തഫീലിയാ ബരഗധുരഗലഗഡഗസ്. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരും. അവ പ്രാർത്ഥിച്ച് ആരംഭിച്ചത് മുതൽ ദൈവമേ ഹല്ലേലൂയ ഇതുവരെയും അങ്ങയുടെ ദൈവമേ അളവറ്റ സാന്നിധ്യം കർത്താവേ ഞങ്ങളുടെ നടുവിലേക്ക് ചലിച്ചതിനായി സ്തോത്രം. കർത്താവിന്റെ ദാസനെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തിയല്ലോ. അപ്പാ ദൈവമേ തന്നിലൂടെ കേട്ട